Good morning, everyone. Welcome to Adda247 Malayalam channel. എൻ്റെ പേര് Rintu Sebastian. Welcome to the Hindu Editorial analysis of 20th July 2023. നമസ്കാരം. ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിലെ ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്നും വൊക്കാബുലറി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സെന്റൻസ് ഫ്രെയിം ചെയ്തുവിടാം. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ റീഡിംഗ് എബിലിറ്റി കൂട്ടാം. ഓഫ് കോഴ്സ് ഇത് നമുക്കറിയാം, നമ്മുടെ ജനറൽ അവയർനെസ് ഇമ്പ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ന്യൂസ് കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് ജനറൽ അവയർനെസ്, നിങ്ങളുടെ വേർഡ് പവർ ഇൻക്രീസ് ചെയ്യാനും ഗ്രാമർ സ്ട്രക്ചേഴ്സ് റീബിൽഡ് ചെയ്തെടുക്കാനും നമ്മുടെ റീഡിംഗ് എബിലിറ്റി കോംപ്രിഹെൻഷൻ സ്കിൽസിന് വേണ്ടിയിട്ടും അതുപോലെ ഡെയിലി ലൈഫിൽ വേർഡ്സ് ഉപയോഗിക്കാൻ നിങ്ങളുടെ കോൺവെർസേഷന് വേണ്ടിയിട്ട് കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ്, നിങ്ങളുടെ സ്പോക്കൺ ഇംഗ്ലീഷ് സ്കിൽസിന് വേണ്ടിയിട്ടും ഒക്കെയുള്ള റെഗുലർ ആയിട്ടുള്ള സെഷനാണ്. എല്ലാ മൺഡേ ടു ഫ്രൈഡേ ദിവസങ്ങളിൽ നമുക്ക് ഉള്ള സെഷനാണ്. അപ്പം എല്ലാവർക്കും വെൽക്കം. കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കുക, കൺസിസ്റ്റൻ്റ് ആയിട്ട് പോവാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം വിത്ത് അവർ കോട്ട്. ഇന്നത്തെ കോട്ടിന് ഇതാണ്: പ്രാക്ടീസ് പുട്സ് ബ്രെയിൻസ് ഇൻ യുവർ മസിൽസ്. പ്രാക്ടീസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ടാവും, തിയററ്റിക്കലായ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അതിന് നമ്മൾ മസിൽസിലോട്ട് കൊടുക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ യു ഡു തിങ്സ്. നമ്മളതിനെ വർക്ക് ചെയ്യാണ്, അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? പ്രാക്ടീസ് എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം, പക്ഷെ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കിയാലേ നമുക്കത് പ്രാവർത്തികമാകും, അത് പ്രാക്ടിക്കൽ ആണോ എന്നറിയാൻ പറ്റുള്ളൂ. സോ മേക്ക് ഷുവർ നമ്മുടെ ലൈഫിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക, അത് പ്രാക്ടീസിലോട്ട് നോക്കുക. അപ്പം നമുക്കറിയാം അത് വർക്കബിൾ ആണോ, ഫീസിബിൾ ആണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാൻ പറ്റുള്ളൂ. സോ ദാറ്റ് വയബിൾ ഓപ്ഷൻ ആണോ എന്ന് അറിയണമെങ്കിൽ ഇതാണ് ഓർത്ത് വെച്ചോണം കേട്ടോ. അതാണ് ഇന്നത്തെ കോട്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അതിനെപ്പറ്റി ചിന്തിക്കാം. ഇന്ന് വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഒക്കെ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഇന്ന് വന്നിരിക്കുന്ന 2 ആർട്ടിക്കിൾസിൽ ഒരു ആർട്ടിക്കിള് മെയിനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ഭാരതീയ ജനതാ പാർട്ടി BJP അലയൻസ് അടുത്ത ഇലക്ഷൻ അടുത്തോട്ട് വരുന്നതുകൊണ്ട് തന്നെ അലയൻസ് മറ്റു പാർട്ടികളുമായിട്ട് അലയൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന ഒരു അലയൻസ്, മറ്റു ഓപ്പോസിഷൻ പാർട്ടി BJPക്കെതിരെ മറ്റു ഓപ്പോസിഷൻ പാർട്ടികളെല്ലാം ഒരുമിച്ച് ചേർന്നിട്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു അലയൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ പറ്റിയും നമ്മൾ കഴിഞ്ഞ ദിവസം വാർത്തകളിൽ കണ്ടു കാണും. അപ്പോൾ അതിനെതിരെ വളരെ ശക്തമായി വിമർശിച്ചുകൊണ്ട് മോദിജി പറഞ്ഞിട്ടുണ്ട്, മറ്റ് പാർട്ടികളെല്ലാം അവസരവാദികളാണ്, ഓപ്പർച്യൂണിസ്റ്റിക് ആണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതേ സമയത്ത് സെയിം സാധനം തന്നെ ഇപ്പോൾ BJP ചെയ്യാണ്, അലയൻസ് കീപ്പ് ചെയ്ത് മറ്റു പാർട്ടീസുമായിട്ട് ചേർന്ന് പോവുകയാണ്. കാരണം അടുത്ത ഇലക്ഷനും നമുക്ക് കൊണ്ടുപോകണം എന്നൊരു ലക്ഷ്യത്തോടെ. അപ്പോൾ ഇറ്റ്സ് ഓൾ അബൌട്ട് പൊളിറ്റിക്സ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് പൊളിറ്റിക്സിലെ കാര്യങ്ങളും മറ്റും. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഇന്നത്തെ ആർട്ടിക്കിൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ പക്ഷേ ആ ആർട്ടിക്കിൾ തൊടുന്നില്ല, ബിക്കോസ് ഇറ്റ്സ് പൊളിറ്റിക്കൽ ഇൻ നേച്ചർ. ബട്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ആർട്ടിക്കിൾ ഉണ്ട് അബൌട്ട് മിസ്സിംഗ് നമ്പേഴ്സ്. മിസ്സിംഗ് നമ്പേഴ്സ് എടുത്ത് പറയാൻ കാരണം നമുക്കറിയാം, നമ്മുടെ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് സർവേ ഒക്കെ വരുമ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള സർവേയിലെല്ലാം നമ്പേഴ്സ് മിസ്സിംഗ് ആയിട്ട് നമുക്ക് കാണുന്നുണ്ട്. ഒരുപാട് ഏറ്റക്കുറിച്ചിലുകളൊക്കെ കറക്റ്റായിട്ട് ഡേറ്റ എത്തുന്നില്ല. നമ്മൾ പാൻഡമിക് സമയത്താണെങ്കിലും നമ്പർ ഓഫ് ഡെത്ത്സ് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൃത്യമായൊരു നമ്പർ പറയാൻ പറ്റില്ല, ഏറെക്കുറെ ഒരു അപ്രോക്സിമേറ്റ് നമ്പറൊക്കെ പറയുന്നുള്ളൂ. അത് നമ്മുടെ ഡേറ്റ അനാലിസിസ് കംപ്ലീറ്റ് ആവണില്ല പലപ്പോഴും. ഒരു കാര്യത്തിലും അത് അങ്ങനെ വരുന്നില്ല. അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി സർവേ, ഹെൽത്ത് സർവേയിലൊക്കെ അങ്ങനെ തന്നെയാണ്, സെയിം കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിൾ ഇന്നുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് ആർട്ടിക്കിൾ ടു ബി ഡിസ്കസ്ഡ്. അപ്പോൾ അത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവാണ് കേട്ടോ. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ട് മഴയൊക്കെ? മഴ ആയതുകൊണ്ടാണെന്ന് അറിയില്ല, ഇപ്പോൾ 2-3 ദിവസമായിട്ട് ആ കുഴപ്പമാണല്ലോ എല്ലാവരും. എന്തായാലും നമുക്ക് നേരെ നമ്മുടെ സിനോണിംസിന് മുമ്പ് നമ്മുടെ ഫ്രേസൽ വേർബ്സ് ഓൺവേർഡ്സ് ഇഡിയംസിലോട്ട് പോകും. എന്നിട്ട് നമ്മുടെ സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആർട്ടിക്കിൾ, എന്നിട്ട് നമ്മുടെ സ്പോട്ട് ദ ക്വസ്റ്റനിലോട്ട് പോകും. അപ്പോൾ ഡെയിലി ബേസിസിൽ നിങ്ങൾ നമ്മുടെ ക്വസ്റ്റൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക, ക്വിസസ് അറ്റൻഡ് ചെയ്യുക. ആപ്പിൽ അത് അവൈലബിൾ ആണ്. Adda247 ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, ഫ്രീ ആയിട്ട് ക്വിസസ് അറ്റൻഡ് ചെയ്യുക. ഡെയിലി കറണ്ട് അഫയേഴ്സിൻ്റെ ക്വിസസ് ഉണ്ട്, സബ്ജക്ട് വൈസ് ക്വിസസ് ഉണ്ട്, എഡിറ്റോറിയൽ വൊക്കാബുലറിയുടെ ക്വിസസ് ഉണ്ട്, അതുപോലെ തന്നെ എക്സാം വൈസ് ക്വിസസ് ഉണ്ട്, ഇടയ്ക്ക് മോക്ക് ടെസ്റ്റുകളുണ്ട്. അതൊക്കെ യൂട്ടിലൈസ് ചെയ്യാട്ടോ, കിട്ടുന്ന ഓപ്ഷൻസ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യുക. ആൻഡ് നിങ്ങളെ തന്നെ അനലൈസ് ചെയ്യുക, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ നമ്മുടെ ചാനൽ രണ്ടെണ്ണം, ബാങ്കേഴ്സ് Adda247 മലയാളം, അതുപോലെ Adda247 മലയാളം, ഈ 2 ചാനലുകളും നമ്മുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽസ് ആണ്. അപ്പോൾ അത് രണ്ടും സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് പരിഗണിക്കുക. ക്ലാസ്സുകളൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. സ്ട്രാറ്റജി വീഡിയോസ്, PYQ സെഗ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്, കറക്റ്റായിട്ട് അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക. ഇന്ന് വൈകിട്ട് 5 മണിക്ക് നമ്മൾ IBPS ക്ലർക്കിൻ്റെ ക്ലാസ്സുകൾ പ്രാക്ടീസ് സെഷൻ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ IBPS ക്ലർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ PO ക്ലർക്ക് എല്ലാത്തിനും വേണ്ടി ഇംഗ്ലീഷ് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്ലർക്കിന് നമുക്ക് പ്രിലിംസിലൂടെ ഇംഗ്ലീഷിന് ആവശ്യമുള്ളതുകൊണ്ട് നമ്മളിപ്പോഴേ പ്രാക്ടീസ് തുടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ട് 5 മണിക്കൊരു പ്രാക്ടീസ് സെഷനുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് പ്രാക്ടീസുകളുണ്ട്, PYQ സെഗ്മെൻറ്റ്സ് ഉണ്ട്, എല്ലാം കറക്റ്റായിട്ട് പോകും. 7:15 ഇന്ന് വൈകിട്ട് CPOയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റൻസിൻ്റെ സെഗ്മെൻറ്റുമായിട്ട് ഞാൻ ഷെഫീഖ് സാറും വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് സെഷൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. പരമാവധി നിങ്ങളിതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, ക്ലാസ് കാണുക, അതുപോലെ നമ്മുടെ ടെലിഗ്രാം ചാനൽ ഇൻക്ലൂഡ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് എത്തും. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ടു അവർ
ആർട്ടിക്കിളിലെ വേർഡ്സ്. അപ്പോൾ ഇഡിയംസ് ആൻഡ് ഫ്രേസൽ വേർബ്സ് ആൻഡ് വൺ വേർഡ്സ് വെച്ചിട്ട് തന്നെ തുടങ്ങുകയാണ് നമ്മൾ. ആദ്യത്തെ ഫ്രേസൽ വേർബ്, വളരെ കോമൺ എക്സ്പ്രഷൻ, നമ്മൾ എപ്പോഴും ഇടയ്ക്കിടയ്ക്കും എല്ലാം ഉപയോഗിക്കുന്ന ഒരു ഫ്രേസൽ വേർബാണ് ക്യാരി ഔട്ട് ചെയ്യുക. ക്യാരി ഔട്ട് ചെയ്യുക. ക്യാരി ഓൺ അറിയാം, കണ്ടിന്യൂ ചെയ്യാന്നൊരു അർത്ഥം വരുന്ന ക്യാരി ഓൺ നിങ്ങൾക്ക് അറിയാമായിരിക്കും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇത് പറയുന്ന ഒരു കാര്യമാണ്. ക്യാരി ഓൺ ചെയ്യുക, ക്യാരി ഓൺ വിത്ത് യുവർ വർക്ക്. കാര്യങ്ങൾ നടക്കട്ടെ, ഉഷാറായിട്ട് നടക്കട്ടെ. നമ്മൾ ആരോടെങ്കിലുമൊക്കെ സംസാരിക്കുന്ന സമയത്ത് വളരെ എന്താ പറയുക, കോമൺ ആയിട്ട് പറയുന്ന ഒരു വാക്കാണ് നടക്കട്ടെ, അല്ലേ? അതാണ് ക്യാരി ഓൺ. ക്യാരി ഓൺ എന്ന് പറയാം. എന്നാൽ ക്യാരി ഔട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കാര്യം കണ്ടക്ട് ചെയ്യുക, ഒരു ഫംഗ്ഷൻ കണ്ടക്ട് ചെയ്യുക, ഓർ എനിത്തിങ് ഇറ്റ് ഈസ്, അത് കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ പെർഫോം ചെയ്യുന്നതിനാണ് ക്യാരി ഔട്ട് ചെയ്യുക എന്ന് പറയാം. സോ ക്യാരി ഔട്ട് എന്ന് പറഞ്ഞപ്പോൾ ക്യാരി ഔട്ട് സർവേ ക്യാരി ഔട്ട് ചെയ്തു, കണ്ടക്ട് ചെയ്തു, ഒരു സർവേ കണ്ടക്ട് ചെയ്യുക എന്നൊക്കെ യൂസേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സോ ക്യാരി ഔട്ട് ആണ് അതിൻ്റെ ഫ്രേസൽ വേർബ്. പെർഫോം ചെയ്യുക അല്ലെങ്കിൽ കണ്ടക്ട് ചെയ്യുക എന്ന മീനിങ് വരുന്ന ഫ്രേസൽ വേർബാണ് ക്യാരി ഔട്ട്. ഓർത്തോണം. ചിലപ്പം ഒരു വേർഡ് തന്നെ അതിനെ ഒരു ഫ്രേസൽ വേർബായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ചോദിക്കും, ചിലപ്പോൾ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് ചോദിക്കും, ചിലപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക് ചോദിച്ചിട്ട് ഏത് ഫ്രേസൽ വേർബ് അപ്രോപ്രിയേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം എന്നൊക്കെ ചോദിക്കും. അങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക. സോ മേക്ക് ഷുവർ യു ഹാവ് ആൻ ഐഡിയ അബൌട്ട് ഇറ്റ് കേട്ടോ. അപ്പോൾ ക്യാരി ഔട്ട് എന്ന് പറഞ്ഞാൽ കണ്ടക്ട് അല്ലെങ്കിൽ പെർഫോം എന്ന് കൊടുക്കാം. ഓക്കെ, അടുത്ത് നോക്കിക്കേ, സെറ്റപ്പ് ചെയ്യുക. അതും നിങ്ങൾ പരിചയമായിട്ട് വളരെ കോമൺ ആയിട്ടൊരു എക്സ്പ്രഷൻ ആണ്. സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക, ബിൽഡ് ചെയ്യുക അല്ലെങ്കിൽ ഇറക്റ്റ് ചെയ്യുക എന്നൊക്കെ പറയും, അല്ലേ? അത് തന്നെ. അപ്പോൾ സെറ്റപ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുക. നമ്മളൊരു കാര്യം സ്ഥാപിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് സെറ്റപ്പ് ചെയ്യുക എന്ന് പറയില്ലേ. സെറ്റപ്പ് എ കമ്പനി, സെറ്റപ്പ് എ ബിസിനസ്, സെറ്റപ്പ് എ ടെൻറ്റ്. നമ്മളിപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ പോകുമ്പോൾ എന്താ പറയുക, നമ്മൾ ക്യാമ്പിനൊക്കെ പോകുമ്പോൾ ടെൻ്റൊക്കെ സെറ്റപ്പ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. തൽക്കാലത്തേക്കുള്ള സെറ്റപ്പ് അതിനെയാണ് ഇറക്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ മീനിങ് ആണ്. ഇത് ഇതിൻ്റെയാണ് നമ്മുടെ സെറ്റപ്പ് എന്ന വാക്കിൻ്റെ മീനിങ്. ഓക്കെ, ക്ലിയർ? അത് ഓർത്തോണം. ഓൾറൈറ്റ്, അടുത്ത് നോക്കിക്കേ, സെൻസിറ്റൈസ് ചെയ്യുക. സെൻസിറ്റൈസ് ചെയ്യുക നമ്മൾ പറയാറുണ്ടല്ലേ, ന്യൂസ് പേപ്പർ അല്ലെങ്കിൽ മീഡിയയുടെ ധർമ്മം എന്ന് പറയുന്നത് ടു സെൻസിറ്റൈസ് പീപ്പിൾ ആണെന്ന് പറയാറുണ്ട്. നോട്ട് ടു സെൻസിറ്റൈസ് പീപ്പിൾ എന്ന് പറയും. സെൻസിറ്റൈസ് ചെയ്തിട്ട് അതിൽ ഡ്രാമ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് സെൻസിറ്റൈസ് ചെയ്യുക എന്നാണ് മീഡിയയുടെ ധർമ്മം എന്ന് പറയാറുണ്ട്. കേട്ട് പരിചയമുള്ളതായിരിക്കും. സിനിമയിലൊക്കെ ഡയലോഗായിട്ടൊക്കെ വന്നിട്ടുണ്ട്. മീഡിയ എന്ന് പറയുന്നതിൻ്റെ അവരുടെ ഒബ്ജക്റ്റീവ് ഇസ് നോട്ട് ടു സെൻസിറ്റൈസ് പീപ്പിൾ, ഇൻസ്റ്റെഡ് സെൻസിറ്റൈസ് പീപ്പിൾ എന്ന് പറയും. സെൻസിറ്റൈസ് എന്ന് പറഞ്ഞാൽ ഒരു സെൻസ് ആൾക്കാരിലോട്ട് എത്തിക്കുക, അവയർനെസ് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരിലോട്ട്, അതിനെയാണ് സെൻസിറ്റൈസ് ചെയ്യുക. സെൻസിറ്റൈസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ അവരെ എന്താ പറയുക, സങ്കടപ്പെടുത്തുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ, അല്ലേ, അന്ന് പിന്നെ ഒന്ന് അത് കൂടെ ഒന്ന് സങ്കടപ്പെടുത്താം. ചില ന്യൂസ് പേപ്പറിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, അല്ലേ, ന്യൂസൊക്കെ നമ്മുടെ എന്താ പറയുക, ഒരു ആളിലോട്ട് എത്തിക്കുന്നത് എങ്ങനെയാണ്, ആൾക്കാരിലോട്ട് എത്തിക്കുന്നത് കുറച്ചുകൂടെ എന്താ പറയുക, സെൻസിറ്റൈസ് ചെയ്ത് ആൾക്കാരെ ഒന്നുകൂടെ ധർമ്മസങ്കടത്തിലാക്കില്ലേ, കുറച്ചുകൂടെ സങ്കടം കൂട്ടിച്ച് വെച്ചിട്ട് സെൻസിറ്റിവിറ്റി കൂട്ടുന്ന രീതിയിലുള്ള ന്യൂസ് നമ്മളിലോട്ട് എത്തിക്കാറുള്ളൂ. ദാറ്റ് ഇസ് സെൻസിറ്റൈസ് ചെയ്യാം. പക്ഷെ സെൻസിറ്റൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ആളിലോട്ട് സെൻസ് എത്തിക്കുകയാണ്. മേക്ക് സംബഡി ഫെമിലിയർ വിത്ത് സംതിങ് സച്ച് ആസ് എ പ്രോബ്ലം. ഒരു പ്രശ്നമുണ്ട് ഇവിടെ നമുക്കൊരു പ്രശ്നമുണ്ട്, ആ റിയലൈസേഷനിലോട്ട് ഒരാളെ എത്തിക്കുന്നതിനാണ് നമ്മൾ എന്താ പറയുക, സെൻസിറ്റൈസ് ചെയ്യുക. സെൻസിലോട്ട് ഒരാളെ എത്തിക്കുകയാണ്. അതായത് ഫസ്റ്റ് തിങ്, ഒരു പ്രോബ്ലം നടന്ന ആദ്യത്തെ കാര്യം, ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് അറിയോ, യു ഹാവ് ടു അക്സെപ്റ്റ് ഇറ്റ് ദാറ്റ് ഇറ്റ് ഹാപ്പൻഡ്. ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നുണ്ട് നമ്മുടെ ലൈഫിൽ. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ പെട്ടെന്നൊരു ആഗ്നി നടന്നു, ഒരു പ്രശ്നം നടന്നു, അപ്പോൾ നമ്മൾ ആദ്യം അതിനെ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് സെൻസിറ്റൈസ് ചെയ്യുക. മേക്ക് സംബഡി ഫെമിലിയർ വിത്ത് സംതിങ് സച്ച് ആസ് എ പ്രോബ്ലം. ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു പ്രളയം നടന്നു, നമ്മുടെ വീടൊക്കെ ഒഴിച്ചു പോയി, അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ വന്നു, എന്തെങ്കിലും മരണമോ പ്രോപ്പർട്ടിയോ എന്തൊക്കെ നഷ്ടങ്ങൾ വന്നു വിചാരിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ആൾക്കാരെ ചെയ്യേണ്ടത് എന്താ, അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം. ലെറ്റ് ദം ബി ഫെമിലിയർ വിത്ത് ഇങ്ങനൊരു പ്രോബ്ലം ഉണ്ട്, ഇതൊരു വലിയ പ്രശ്നമാണെന്നും, അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇതൊരു ബാഡ് സിറ്റുവേഷൻ ആണ്, നമ്മുടെ സിറ്റുവേഷൻ വെച്ച് മോശമാണ്, അപ്പം നമുക്കതിന് ആദ്യം അത് അക്സെപ്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ യു ഹാവ് ടു ബി ഫെമിലിയർ, ഇത് ആണ് ഇങ്ങനൊരു സിറ്റുവേഷൻ ആണ് എന്ന് മനസ്സിലാക്കാൻ പറ്റണം. അപ്പോൾ ആൾക്കാർ ഇപ്പോൾ ചില സമയത്ത് പീപ്പിൾ ആർ നോട്ട് റെഡി ടു അക്സെപ്റ്റ് ഇറ്റ് ബിക്കോസ് അവർക്കത് തരണം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളപ്പോൾ യു ഹാവ് ടു സെൻസിറ്റൈസ് ദം എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇസ് സെൻസിറ്റൈസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ വേർഡാണ്, ഓർത്ത് വെച്ചാൽ. സെൻസിലോട്ട് വരിക, ഒരാളെ സെൻസിലോട്ട് എത്തിക്കുക. Make somebody familiar with a situation, a bad situation, or with such as a problem, something such as a problem എന്നുള്ളതാണ് നമ്മൾ സെൻസിറ്റൈസ് ചെയ്യുക എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കേട്ട് പരിചയമുള്ള വാക്ക് തന്നെയാണ്, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ള വാക്കാണ്. ബട്ട് അതിൻ്റെ മീനിങ് ഇതാണെന്നുള്ള കാര്യം മറക്കണ്ട കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ് ആൻഡ് ഉഷാർ എന്ന് വിചാരിക്കട്ടെ. ഓക്കെ, they carried out a seminar yesterday. That's great. Good morning all. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. They set up a tent to carry out medical camp. That's great. She sets up a new venture. That is a big dream. That's great. He needs to carry out the seminar on behalf of his spearhead. That's great. She set up a new boutique. All right. You can carry out a meeting for discussing
about the trouble. For discussing about അല്ല കേട്ടോ. അപ്പൊ അനുപമ ശ്രദ്ധിച്ചോണേ, ഡിസ്കസ് എന്ന verb ട്രാൻസിറ്റീവ് verb ആണ്, സകർമ്മക ക്രിയയാണ്. അതിനുശേഷം ഒരു ഒബ്ജക്റ്റ് ഇട്ട് കൊടുക്കണം. ഡിസ്കസ് about അല്ല, ഡിസ്കസ് ദ ട്രബിൾ, ടു ഡിസ്കസ് ദ ട്രബിൾ കേട്ടോ. അല്ലെങ്കിൽ ഫോർ ഡിസ്കസിങ് ദ ട്രബിൾ, അവിടെ അബൌട്ട് അങ്ങ് കട്ട് ചെയ്ത് പറഞ്ഞാൽ പണി എളുപ്പമായി. ഇൻ മോസ്റ്റ് ഓഫ് ദ കേസസ് മീഡിയ സെൻസിറ്റൈസ് ദ ഇഷ്യൂ വിതൗട്ട് നോയിങ് ദ എന്താണ് കോർ. അവിടെ ആൾക്കാരിലോട്ട് എത്തിക്കുന്നു എന്നല്ലേ. സെൻസിറ്റൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം ഉണ്ടെന്ന് എത്തിക്കുക എന്നുള്ളതാണ്. സെൻസിറ്റൈസ് ചെയ്യുക വിതൗട്ട് നോയിങ് ദ ഓക്കെ ഇഷ്യൂ അറിയാതെ ചെറിയ എടുത്തിടാം, അത് പറയാം. ദാറ്റ്സ് റൈറ്റ്. സോറൽ, ഗുഡ് മോർണിംഗ്. ടുഡേ ഐ ഹാവ് ടു ക്യാരി ഔട്ട് എ പ്രസന്റേഷൻ റിലേറ്റഡ് ടു മൈ പ്രോജക്ട്. ദാറ്റ്സ് ഗ്രേറ്റ്. ഓക്കെ, അടുത്ത നോക്കിക്കേ. ക്വിൻക്വെനിയൽ. ക്വിൻക്വെനിയൽ ഞാൻ ബൈനിയൽ കേട്ടിട്ടുള്ളതായിരിക്കും. ബൈനിയൽ 2 വർഷത്തിൽ ഒരിക്കലും സംഭവിക്കുന്നത് നമുക്ക് എന്ത് പറയാം? അതിന് നമുക്ക് വിളിക്കാം എന്താ പറയാ, 2 വർഷത്തിൽ നടക്കുന്നില്ല, ഇൻ 2 ഇയേഴ്സിൽ നടക്കുന്ന ഒരു കാര്യത്തിന് നമുക്ക് വിളിക്കാം ബൈനിയൽ എന്ന് പറയാം. അപ്പോൾ ക്വിൻക്വെനിയൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ക്വിൻക്വെനിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? നമ്മൾ ഒരു തവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇറ്റ് ഈസ് റെക്കറിംഗ് ആണ്, റിക്രൂട്ടിംഗ് എഴുതി വെച്ചല്ലേ, സോറി കേട്ടോ, അത് ഓട്ടോ കറക്റ്റ് വന്നു പോയതാണ്, ഞാനത് കറക്റ്റ് ആക്കി തരാം. ഓക്കെ, ക്വിൻക്വെനിയൽ എന്ന് പറഞ്ഞാൽ റിക്കറിംഗ് ഇൻ the 5 years. നമ്മൾ എന്താ പറയാ, ക്വാഡ്രിയൻ്റ് എന്നൊക്കെ പറയും. ക്വാഡ് വരുമ്പോഴേ ഓർത്തോണം 4 ആണ്, ബൈ വരുമ്പോൾ ഓർക്കണം എന്താണ് 2 ആണ് എന്നുള്ളത്. അപ്പോൾ അതുപോലെ ക്വിൻക്വെനിയൽ എന്ന് പറഞ്ഞാൽ 5 ആണെന്ന് ഓർത്തോണം കേട്ടോ. ക്വാഡ് ക്യൂ സൗണ്ടിൻ്റെ വരുന്നതുകൊണ്ട് ക്വാഡ് കൊണ്ടുവന്ന ക്വിൻക്വെനിയൽ ഒരെണ്ണം ഇട്ട് കൊടുക്കുമ്പോൾ കിട്ടുന്ന 5 ആണ്. സോ റിക്കറിംഗ് ഇൻ 5 years, 5 വർഷം. അതായത് ക്വിൻക്വെനിയൽ നമുക്കറിയാം 5 വർഷത്തിൽ സംഭവിക്കുന്നതാണ് നമ്മുടെ ഇലക്ഷൻ. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. ക്വിൻക്വെനിയൽ ആണ്, ഇലക്ഷനെ പറ്റി പറയുന്നതുകൊണ്ടാണ് ഈ ക്വിൻക്വെനിയൽ ഇവിടെ വന്നിരിക്കുന്നത്. സോ ക്വിൻക്വെനിയൽ എന്ന് പറഞ്ഞാൽ റിക്കറിംഗ് ഇൻ 5 years, 5 വർഷത്തിൽ റിപ്പീറ്റേഷൻ വരിക. 5 വർഷം കഴിയുമ്പോൾ വീണ്ടും അത് റിപ്പീറ്റേഷൻ വരുന്നു. അതിനാണ് ക്വിൻക്വെനിയൽ എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചോണേ. അടുത്തത് ഒഫിസ്കേഷൻ. ഒഫിസ്കേഷൻ, നമ്മൾ ഒഫിസ്കേഷൻ ഏകദേശം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒഫിസ്കേറ്റ് ചെയ്യുക എന്ന വേർബിന്റെ നൗൺ ഫോർമുലേഷൻ ആണ് ഒഫിസ്കേഷൻ. ഒഫിസ്കേഷൻ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, ആക്ട് ഓഫ് മേക്കിംഗ് സംതിങ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഒരാളെ നമ്മൾ കൺഫ്യൂഷൻ അടുപ്പിക്കുക, ദാറ്റ് ഈസ് ഒഫിസ്കേറ്റ്. അതായത് എന്താ സംഭവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോ. ദാറ്റ് മീൻസ് that is an act of making സംതിങ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഇത് എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അത് റിയലൈസ് ചെയ്ത് നമുക്ക് പറ്റാതാക്കുന്ന ഒരു അവസ്ഥയില്ലേ, അതിനെയാണ് ഒഫിസ്കേഷൻ. ഡോണ്ട് ഒഫിസ്കേറ്റഡ്, കൺഫ്യൂസ് ചെയ്യിപ്പിക്കാതെ ഞാനിതൊന്ന് മനസ്സിലാക്കിക്കോട്ടെ. ഡോണ്ട് കുറേ കാര്യങ്ങളോ ചില കാര്യങ്ങൾ നമ്മൾ ഒരാളുമായിട്ട് സംസാരിക്കുമ്പോൾ പല അഭിപ്രായം വന്നാൽ നമ്മൾ ആകെ കൺഫ്യൂസ്ഡ് ആവും. പക്ഷേ ഇതിപ്പോൾ എന്താ ഇപ്പോൾ ചെയ്യുക എന്നൊരർത്ഥത്തിൽ നമ്മൾ അങ്ങനെ ഒരു ചോദ്യചിഹ്നമായിട്ട് നമ്മൾ നിൽക്കില്ലേ, അതിനെയാണ് ആ ഒരു അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നതിനെ, ആ അവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഒഫിസ്കേഷൻ എന്ന് പറയാം. ആക്ട് ഓഫ് മേക്കിംഗ്, ക്രിയേറ്റിംഗ് ആണ്, ആക്ട് ഓഫ് ക്രിയേറ്റിംഗ് സംതിങ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്, ആക്ട് ഓഫ് മേക്കിംഗ് സംതിങ് ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ്. ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലോട്ട് ആക്കുന്നു, അതിനാണ് ഒഫിസ്കേഷൻ എന്ന് പറയാം കേട്ടോ. ഓർത്ത് വെച്ചോളാം. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്ത് എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുമ്പാണ്. ത്രോപ്പിയ. ത്രോപ്പിയ എന്ന് പറഞ്ഞാൽ ഫ്രേസൽ വേർബിന് 4 അർത്ഥം പറയാം. അത് 4 അർത്ഥത്തിൽ ഒന്ന് ത്രോപ്പിയ, വൊമിറ്റ് ചെയ്യാം, ഛർദ്ദിക്കുക പറയാം. അടുത്തത് അബാൻഡൻ ചെയ്യുക, യു ത്രോ അപ്പ് യുവർ കരിയർ. വൈ ഡു യു ത്രോ അപ്പ് യുവർ കരിയർ? നീ എന്തിനാ നിന്റെ കരിയർ വെറുതെ ഗിവ് അപ്പ് ചെയ്യുന്നത്, അതായത് ഇട്ടച്ചു പോവാണ്, അബാൻഡൻ ചെയ്യണം, അതിന് നമ്മൾ ത്രോ അപ്പ് എന്ന് പറയാം. വേറെ അർത്ഥം കൂടെ ഉണ്ട്, the proposals thrown up by the company or the ideas thrown up by the people എന്നൊക്കെ പറയാം. അതായത് ഒരു കാര്യം നമ്മൾ റേസ് ചെയ്യുക, പബ്ലിക്കായിട്ട് ഒരു കാര്യം നമ്മൾ റേസ് ചെയ്യാണ്, എന്താണ് ഡൗട്ട്സ് ഒക്കെ റേസ് ചെയ്യാൻ പറയില്ല, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് റേസ് ചെയ്യാൻ പറയില്ലേ, അതുപോലെ നമ്മൾ മുന്നോട്ട് വന്നിട്ട് അതിനെപ്പറ്റി ആരോപിക്കുകയാണ്, അതിനാണ് റേസ് ചെയ്യാൻ പറയാം. അല്ലാതെ വേറൊരിടത്തും കൂടെ ഉണ്ട്, യു ത്രോ അപ്പ് സംതിങ്, ഐ എം ഗോയിങ് ടു ത്രോ അപ്പ് എ പാർട്ടി ടുനൈറ്റ്, വി ആർ ഗോയിങ് ടു ത്രോ അപ്പ് എ പാർട്ടി ടുനൈറ്റ്, യു ആർ ഇൻവൈറ്റഡ് എന്നൊക്കെ പറഞ്ഞ് സിനിമയിലൊക്കെ നിങ്ങൾ ഡൗട്ട് ഫ്രണ്ട്സ് ഇത് കേട്ടായിരിക്കും. വളരെ ചില ഫ്രേസൽ വേർബൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള നേറ്റീവ് ടങ്ങിൽ പറഞ്ഞ സാധനമാണ്. ദേ ആർ ത്രോയിങ് അപ്പ് എ പാർട്ടി ടുനൈറ്റ്. ഇന്ന് അവരൊരു ഇതൊരു പാർട്ടി കണ്ടക്ട് ചെയ്യുന്നതിന് കേട്ടോ, ഇന്ന് അത്രയിലൊരു പാർട്ടി ഉണ്ട് കേട്ടോ, ദേ ആർ കൺസ്ട്രക്ടിങ് സംതിങ്. പെട്ടെന്ന് വേഗമാണ്, എല്ലാം പെട്ടെന്ന് തട്ടിക്കൂട്ടി നമ്മൾ ചെയ്യുന്നൊരു പരിപാടിയില്ലേ. സോ ദാറ്റ് ഈസ് കൺസ്ട്രക്ട് റാപ്പിഡ്ലി. റാപ്പിഡ് എന്ന് പറഞ്ഞാൽ സ്പീഡ്ലി, അതിനാണ് ത്രോ അപ്പ് എന്ന് പറയുന്നത്. സോ കൺസ്ട്രക്ട് സംതിങ് റാപ്പിഡ്ലി ഉണ്ട് ത്രോ അപ്പിനർത്ഥം, റേസ് സംതിങ് റാപ്പിഡ്ലി ഉണ്ട്, റേസ് ഒരു കാര്യം നമ്മൾ മുന്നോട്ട് ആരോപിക്കുക എന്നുള്ള അർത്ഥത്തിൽ, അബാൻഡൻ ചെയ്യുന്ന അർത്ഥമുണ്ട്, ആൻഡ് വൊമിറ്റ് ചെയ്യുന്ന അർത്ഥമുണ്ട്. അപ്പോൾ ത്രോ അപ്പിന് 4 അർത്ഥമുണ്ട്, 4 അർത്ഥം ഓർത്ത് വെച്ചോളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ക്ലിയർ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ആണല്ലോ അല്ലേ എല്ലാവർക്കും? ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഓൾവേസ് വെൽക്കം, ചോദിക്കുക. അപ്പോൾ അതാണ് നമ്മുടെ കാര്യങ്ങൾ, ഇതെല്ലാം പഠിച്ചിട്ടുള്ളതാണ്, ഇത് ഓർത്തുള്ള. അപ്പോൾ പിള്ളേർ ലൈവിലുള്ളവരൊക്കെ ഉഷാറായിക്കേ, വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ ഒരു ലൈക്ക് ഇട്ടതൊക്കെ ഞാൻ പറഞ്ഞു തരണോ? എന്താ ജാട പിള്ളേർ നിങ്ങൾക്ക്? ജാഡാസ് വേണ്ട, നമുക്ക് ജാടയുടെ ആവശ്യമില്ല, ധൈര്യമായിട്ട് ഒരു ലൈക്കൊക്കെ ഇടാം കേട്ടോ, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ ഇടാം.
അപ്പോൾ നമുക്ക് സെന്റൻസ് വായിക്കാം ബാക്കി. He presented the scheme in an obfuscating manner to avoid throwing up questions by opposition. അത് കൊള്ളായിരുന്നു, നൈസ് ആയിട്ടല്ലേ, കൊള്ളാം. Lakshmi, good morning. You should carry out the presentation to set up a relationship with the new client. Great. He's making things more obfuscate. He's making the things more obfuscate by beating around the bush. That's great. Election is okay, it's a quinquennial event. Yes, it is. Lok Sabha election is carried out quinquennially. Carried out alle past tense, I mean carried out is carried out കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുക. ക്യാരി ഔട്ട് എന്ന് പറയുന്നൊരു വേർബ് അല്ലേ, ആക്ഷൻ വേർബും അല്ലേ, അതിൻ്റെ കൂടെ നമ്മൾ കൊടുക്കുന്നത് എന്താണ്, അഡ്വേർബ് കൊടുക്കണം കേട്ടോ. അതിന് ക്വിൻക്വെനിയൽ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആണ്. നമുക്ക് വേണ്ടത് എന്താ അതിൻ്റെ ആ ഒരു ക്യാരിഡ് ഔട്ട് എന്ന് പറഞ്ഞാൽ ആ വെർബിനെ ക്വാളിഫൈ ചെയ്യാൻ നമുക്ക് അഡ്വേർബ് വേണം. അപ്പോൾ ഇത് അഡ്ജക്റ്റീവ് ആണ്, ഓർത്തോണം. അപ്പോൾ അതിന് അഡ്വേർബ് കൊടുക്കുക. നമ്മൾ റീസെൻ്റ് എന്ന് പറയില്ലേ, റീസെൻ്റ്, ഈ ഇടയ്ക്ക് റീസെൻ്റ്ലി പറയില്ലേ, അത് അഡ്വേർബാണ്, സെയിം മീനിങ് വരുന്ന അഡ്വേർബാണ്. സെയിം വേല അപ്പാരൻ്റ് അപ്പാരൻ്റ്ലി, എവിഡൻ്റ് അല്ലേ, അതുപോലെ ആക്റ്റീവ്ലി, അതുപോലെ ക്വിൻക്വെനിയലി കേട്ടോ, ക്വിൻക്വെനിയലി. ഇലക്ഷൻ ഇസ് കണ്ടക്റ്റഡ് ക്വിൻക്വെനിയലി ഓർ ക്യാരിഡ് ഔട്ട് ക്വിൻക്വെനിയലി കേട്ടോ, അങ്ങനെ കൊടുക്കുക കേട്ടോ. സോ ദാറ്റ് ഇസ് അഡ്വേർബ് യൂസേജ്. LY ഇട്ട് കൊടുത്താൽ അഡ്വേർബായി, അത്ര കൊടുത്താൽ മതി കേട്ടോ. അതിനാ ശ്രദ്ധിക്കണേ. Let me see. You should take this seminar clearly. Don't be obfuscation to others. Don't be obfuscation എന്നല്ല, don't be an obfuscate. ഒരു കൺഫ്യൂഷൻ, don't create obfuscation to others കൊടുത്തു, അതാണ് കറക്റ്റ്. ഡോണ്ട് ബി ഒബ്ഫ്യൂസ്കേഷൻ നമ്മൾ പറയില്ല, അതായത് ഒരു ഒബ്ഫ്യൂസ്കേഷൻ ആയി മാറരുത്. കൺഫ്യൂഷൻ എന്ന് പറയും, ഡോണ്ട് ക്രിയേറ്റ് കൺഫ്യൂഷൻ അങ്ങനെയൊക്കെ പറയാം കേട്ടോ. ബട്ട് ഡോണ്ട് ബി ഒബ്ഫ്യൂസ്കേഷൻ എന്ന് നമ്മൾ പറയില്ല കേട്ടോ. ലൂമിനസ് ശ്രദ്ധിക്കണേ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, അതായത് മീനിങ് ഫുൾ ഇട്ട്. ഗ്രാമാറ്റിക്കൽ ഇത് കറക്റ്റാണ്, കോൺടാക്സ്റ്റിൽ വരുമ്പോഴാണ് പ്രശ്നം. ഇറ്റ് ഈസ് അല്ലല്ല സ്ട്രക്ചറിലാണ് പ്രശ്നം, സ്ട്രക്ചർ തന്നെയാണ്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു സെൻസിറ്റൈസ് പീപ്പിൾ ടു ദ ഫാക്ട് ദാറ്റ് ഡിപ്രഷൻ ഇസ് എ ബിഗ് ഇഷ്യൂ. യെസ് ഇറ്റ് ഈസ്. I couldn't throw it up. All right. Rintu Miss is all set to throw up a new book. അയ്യോ എടാ വിനുവേ, നീ പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ ബുക്ക് എഴുതാൻ തുടങ്ങി, പബ്ലിഷ് ചെയ്യാറായെന്നൊക്കെയാണല്ലോ നിന്റെ പറച്ചിൽ. Health Minister asked people to sensitize with the epidemics. Yeah, that's great. Could you throw up your negative thoughts? That's great. Abandon അല്ലേ. Why did you obfuscate these silly things? Question mark കൊടുക്കണേ അനുപമ. ചോദ്യം ചോദിക്കുക, question mark കേട്ടോ. It's not a statement, അത് ശ്രദ്ധിക്കാം. He threw up some relevant questions during the project presentation. That's great. I'm going to throw up my long hour sleep until I get a job. Technically impossible. ലക്ഷ്മി ആഗ്രഹം അല്ലേ, എൻ്റെ ആഗ്രഹം മാത്രമാണ് അത്. കൊള്ളാം. യു ഷുഡ് ത്രോ അപ്പ്. ഈ സ്ലീപ്പിംഗ് പറയുന്നത് കൊതിപ്പിക്കല്ലേ. എനിക്കാണെങ്കിൽ ഇപ്പോഴാണെങ്കിൽ അയ്യോ ഉറങ്ങിയേക്കായിരുന്നു, മഴയുണ്ട് ഇവിടെ, അതുകൊണ്ട് രാവിലെ എണീക്കണ്ടായിരുന്നു എന്നൊക്കെ തോന്നി ചില സമയത്ത്. എന്നിങ്ങനെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തുന്നിരുന്ന് പറയുന്ന പോലെ പ്രലോഭനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കാം. മഴ, തണുപ്പൊക്കെ പണിയാണ്. യു ഷുഡ് ത്രോ അപ്പ് യുവർ സ്മോക്കിംഗ് ഹാബിറ്റ് ഫോർ എ ബെറ്റർ ഹെൽത്ത്. That's great. Nowadays, most of the issues surrounding us can be sensitized with the help of social media rather than news channels. സോഷ്യൽ മീഡിയാസ് പറയില്ല കേട്ടോ. അതിന് കാര്യം മീഡിയം എന്ന നൗണിൻ്റെ പ്ലൂറലാണ് മീഡിയ. അപ്പോൾ പിന്നെ മീഡിയാസ് എന്ന് പറയില്ല, മീഡിയ എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. That's how you say. There is an issue of obfuscation about Mullaperiyar issue. Needs more sensitive. അപ്പോൾ ഒരു പ്രശ്നമുണ്ടല്ലോ. There is an issue of obfuscation about Mullaperiyar issue, comma. So there needs, അവിടെ പിന്നെയും there കൊടുക്കാം, comma, there needs more sensitization about it എന്ന് കൊടുത്തു കേട്ടോ ശബരി. അപ്പോൾ ഓക്കെ. They throw up many allegations against the accusation of the assistant which leads to the exculpation of him. That's great. That's a great sentence. Okay. അപ്പോൾ സെറ്റാണ്. അടുത്ത് നോക്കാം. ത്രോപ്പ് പറഞ്ഞു ക്ലച്ച് അറ്റ് സ്ട്രോസ്. എനിക്കത് പണ്ടത്തെ മലയാള സിനിമ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ചെറുതായിരുന്നപ്പോൾ ആരെങ്കിലുമൊക്കെ ചതുപ്പിലൊക്കെ വീണ് പോയി കഴിയുമ്പോൾ എൻ്റെ ചെറുപ്പത്തിൽ ഓർമ്മ ഇതാണ്, നമ്മൾ ചതുപ്പിൽ വീഴുന്നതൊക്കെ എനിക്ക് ഭയങ്കര പേടിയാണ്. എന്താ വെച്ചാൽ പേടിയും എന്തോ ഒരു ഭയങ്കര ആകുലത ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. അത് കാണും, കാരണം ചെറുപ്പത്തിലൊക്കെ മലയാള സിനിമയിൽ എപ്പോഴും കാണും, ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് ചതുപ്പിൽ വീണു ഒന്ന് കൂട്ടുകാരോ ആരെങ്കിലും ന്യൂ വൺസ് ഒക്കെ. അപ്പം നമുക്കറിയില്ല എന്ത്, പെട്ടെന്ന് നമ്മൾ അവിടെ ഒരു കമ്പെടുത്ത് അവരോട് പിടിച്ച് കയറാൻ പറയുന്നു, അല്ലെങ്കിൽ ഒരു വള്ളി നോക്കുന്നു, അങ്ങനെ ഭയങ്കര ട്രാജിക് ആയിട്ടൊരു കാര്യങ്ങളൊക്കെ ചതുപ്പിൽ വീണു. അപ്പം നമ്മൾ ഈ അവസാനത്തെ കച്ചിത്തുരു നോക്കുക എന്ന് പറയില്ലേ, സ്ട്രോ എന്ന് പറയുമ്പോൾ കച്ചിയില്ലേ, ചെറിയ കച്ചി, അതിനെ ആ വള്ളിക്കാണ് പറയുന്നത് സ്ട്രോന്ന്. അപ്പം അല്ലേ, ആ കച്ചിയുടെ വള്ളിനെയാണ് നമ്മൾ പറയുന്നത് സ്ട്രോന്ന്. അപ്പം ക്ലച്ച് സ്ട്രോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ വേറെ ഒന്നുമില്ല, അവസാന കച്ചിത്തുറുവാണത്.
അല്ലെ, അത് മാത്രമേ ഉള്ളൂ പിടിച്ചു കയറാനായിട്ട്. നമ്മൾ കുടുങ്ങിയിരിക്കുന്ന സമയത്ത് നമ്മൾ ക്ലച്ച് ചെയ്യണം. യു ഗ്രാസ്പ് എ സ്ട്രോ, ഒരു സ്ട്രോയെ നമ്മൾ ക്ലച്ച് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്ട്രോസിൽ നമ്മൾ ക്ലച്ച് ചെയ്യുന്നു, കച്ചിത്തുരുവിൽ നമ്മൾ എന്താ പിടിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് അല്ലേ, ഇല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ എന്തെങ്കിലും നല്ല ബെറ്റർ ആയിട്ട് ഓപ്ഷൻ നോക്കിയാണ്, എനിക്ക് വേറെ ചോയ്സ് ഇല്ല അല്ല, അങ്ങനെ വരുമ്പോഴാണ്. അപ്പൊ നമുക്കറിയാം വി ട്രൈ ടു ഡു സംതിങ് അൺലൈക്ലി, ദാറ്റ് ഈസ് അൺലൈക്ലി ടു സക്സീഡ്. അതായത് നമുക്കറിയാം സംഭവം സക്സസ് ആവില്ല, എന്നാലും നമ്മൾ ട്രൈ ചെയ്യും, നമുക്ക് ട്രൈ ചെയ്തേ പറ്റൂ. ലൈഫ് ഈസ് സംതിങ് ലൈക്ക് ദാറ്റ് അല്ലേ. അപ്പൊ ക്ലച്ചഡ് സ്ട്രോക്സ്, എങ്ങാനും ബിരിയാണി കിട്ടിയാലോ എന്ന് പറയുന്നുള്ളൂ. ട്രൈ ടു ഡു സംതിങ് ദാറ്റ് ഈസ് അൺലൈക്ലി, ഇവിടെ മാറിപ്പോയി ഞാൻ ഇട്ടപ്പോൾ, അൺലൈക്ലി ടു സക്സീഡ്. അത് സക്സസ്ഫുൾ ആവുന്ന ഒരു ഉറപ്പില്ല, വളരെ ചാൻസ് കുറവാണ്, നോ ചാൻസ് അറ്റ് ഓൾ, ആ ഒരു അർത്ഥത്തിൽ നിൽക്കുന്നിടത്ത്. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേക്കാം എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യില്ലേ. അതിനാണ് ചോദിച്ചു നോക്കിയേക്കാം. എനിക്കറിയാം അവൻ സഹായം ചെയ്യുമൊന്നുമില്ലെന്ന് എനിക്കറിയാം, എന്നാലും ചിലപ്പോൾ നീട്ടി കിട്ടിയാലും അല്ലേ, ഒന്ന് ചോദിച്ചു നോക്കിയേക്കാം അവനോട്. സോ ദാറ്റ് ഈസ് ആ ഒരു അവസ്ഥയിൽ നമ്മൾ ഗതികെട്ട് നമ്മൾ എന്ത് മീൻസും ചെയ്ത് നോക്കുന്നൊരവസ്ഥ, ഒരു ഭയങ്കര ഒരു, അതിനാണ് ക്ലച്ചഡ് സ്ട്രോസ് എന്ന് പറയാം കേട്ടോ. അതൊരു ഇടിയമാണ്, ഓർത്താ മതി. ക്ലച്ചഡ് സ്ട്രോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്. ആ ഒരു പിടിവള്ളിക്ക് വേണ്ടി നമ്മളിങ്ങനെ കഷ്ടപ്പെടും, ബിക്കോസ് നമുക്കറിയാം അതിന് വലിയ ബലമൊന്നുമില്ല എന്ന് നമുക്കറിയാം, എന്നാലും നമ്മളതൊരു പിടിവള്ളി അതെങ്കിലും അല്ലോ, എന്തെങ്കിലും ഉണ്ടല്ലോ എന്ന് വിചാരിക്കില്ലേ. ആ ഒരു അവസ്ഥ, ആ ഒരു ഹെൽപ്ലെസ്നെസ്സിന്റെ ഒരു അവസ്ഥയിൽ നമ്മൾ ചെയ്യുന്നത് തന്നെയാണ് ട്രൈ ടു ഡു സംതിങ് ദാറ്റ് ഇസ് അൺലൈക്ലി ടു സക്സീഡ്. സക്സീഡ് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല, പക്ഷെ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കാം, ദാറ്റ്സ് ഇറ്റ് കേട്ടോ, ഓർത്ത് വെച്ചോ. അടുത്ത് ഹാവ് സംതിങ് അപ്പ് വൺ സ്ലീവ്. സ്ലീവ് എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ സ്ലീവ് നമ്മളിങ്ങനെ മടക്കി വെക്കും അല്ലേ. അപ്പം എപ്പോഴും കോപ്പി അടിക്കാൻ പോകുന്നവർക്ക് സ്ലീവ് ഒക്കെ ഉണ്ടെങ്കിൽ സ്ലീവിൽ നമ്മൾ ചെറുതായിട്ട് കോപ്പി പേപ്പർ വെക്കും. അതേപോലെ ഇഫ് യു ഹാവ് സംതിങ് അപ്പ്, നമ്മുടെ സ്ലീവിൽ നമുക്ക് എന്തെങ്കിലും കാര്യം നമ്മൾ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ അർത്ഥം? യു ഹാവ് സം സീക്രട്ട് പ്ലാൻസ് ഓർ ഐഡിയാസ്. സോ ഹാവ് സംതിങ് അപ്പ് വൺ സ്ലീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇതാണ്, ആരും കാണാതെ നമ്മൾ ഒതുക്കി എന്തോ വെച്ചിട്ടുണ്ട്. യു ഹാവ് സം സീക്രട്ട് പ്ലാൻസ്, യു ഹാവ് സം സീക്രട്ട് ഐഡിയാസ്, അതിനാണ് ഹാവ് സംതിങ് അപ്പ് വൺ സ്ലീവ് എന്ന് പറയാം. ഓർത്ത് തന്നെ കേട്ടോ, എൻ്റെ കയ്യിലുണ്ട്, എൻ്റെ കയ്യിൽ ഒരു കൂട്ടം ഉണ്ട് എന്ന് പറയില്ലേ, ആ അർത്ഥത്തിലാണ് ഹാവ് സംതിങ് അപ്പ് വൺ സ്ലീവ് എന്ന് പറയും. ഈ വൺസിന്റെ സ്ഥാനത്ത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം ഓർമ്മപ്പെടുത്തിക്കോട്ടെ, വൺസിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്തിട്ട് കൊടുക്കാം? ഹിസ് സ്ലീവ്സ്, ഹർ സ്ലീവ്സ്. എനിക്കറിയാം ഹി ഹാസ് സംതിങ് അപ്പ് ഹിസ് സ്ലീവ്സ്, അവൻ എന്തൊക്കെയോ സീക്രട്ട് ദുരുദ്ദേശങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഷീ ഹാസ് സംതിങ് അപ്പ് ഹർ സ്ലീവ്സ് അല്ലേ. അതുപോലെ തന്നെ ഐ ഹാവ് സംതിങ്, ഓ പേടിക്കൊന്നും വേണ്ട, ഐ ഹാവ് സംതിങ് അപ്പ് മൈ സ്ലീവ്, എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ, എൻ്റെ കയ്യിൽ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചോ ഒക്കെ പറയില്ലേ, അതിൽ പറയാം. അപ്പൊ അവിടെ വൺസിന്റെ സ്ഥാനത്ത് നിങ്ങൾക്ക് ഏത് പൊസിഷൻ കൊടുക്കാം കേട്ടോ. മൈ, ആർ, യോർ, ഹിസ്, ഹർ, ഇറ്റ്സ്, ദെയർ ഒക്കെ പറയാം. ഏത് പൊസിറ്റീവ് നമുക്ക് അവിടെ ഇട്ട് കൊടുക്കാം, ഒരു പ്രോബ്ലം ഇല്ല. ഹാവ് സംതിങ് അപ്പ് വൺ സ്ലീവ്. ഐ ഹാവ് സം ട്രിക്സ് അപ്പ് മൈ സ്ലീവ്, എനിക്ക് എൻ്റെ കയ്യിൽ കുറച്ച് ട്രിക്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, സീക്രട്ട് ആയിട്ടുള്ള കുറച്ച് ട്രിക്സ് ഉണ്ടെന്ന് വിചാരിച്ചോ, അതാണ് അതിന്റെ അർത്ഥം കേട്ടോ. അപ്പൊ ഇന്നിപ്പോ ആർട്ടിക്കിൾ പറയുമ്പോൾ BJP പറ്റി പറയുമ്പോൾ BJP ഹാസ് സം ട്രിക്സ് അപ്പ് ദെയർ ഇറ്റ് സ്ലീവ് എന്ന് പറയുന്നത്. അപ്പം അതാണ് ഇവിടുത്തെ ഈ പറയുന്ന ഇഡിയത്തിലോട്ട് വന്ന ഒരു സാഹചര്യം. ഓക്കെ, അത് ഓർത്ത് വെച്ചോളൂ കേട്ടോ. അപ്പൊ നമുക്ക് സെന്റൻസിലോട്ട് നോക്കാലോ. ഓക്കെ, ബെറ്റർ ഹെൽത്ത് വരെ പറഞ്ഞല്ലേ, മീഡിയയും പറഞ്ഞു. He threw up many allegations against accusation of the assistant assailant which leads to exculpation of him. Okay. Permission from the higher authority is required to set up any enterprises in India. Yes, അത് ഉറപ്പായിട്ട് അല്ലേ. ഒപ്പ് കിട്ടാത്തതുകൊണ്ട് തന്നെ പല ഉദ്യമങ്ങളും സ്റ്റാർട്ട് ആവാന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മുടെ നാടുകളിലൊക്കെ അല്ലേ. എന്തായാലും ഇതുവരെ തുടങ്ങാത്ത, എങ്ങനെ തുടങ്ങാൻ പെർമിറ്റ് കിട്ടിയിട്ടില്ല എന്നൊക്കെ പറയുന്നിട്ടില്ലേ ആ സംഭവം. ദാറ്റ്സ് ഗ്രേറ്റ്. Every quinquennial a festival carries out in our village. അല്ലല്ല, അങ്ങനെ പറയില്ല, ഇങ്ങനെ പറയാം. ഇങ്ങനെ പറയാം, a festival is carried out in our village quinquennially. എല്ലാ അല്ലെങ്കിൽ ഇൻ ക്വിൻക്വിനിയൽ ഇയേഴ്സ് എന്ന് കൊടുത്തോ, എന്നാലും കുഴപ്പമില്ല. ലൂമിനസെ ഇങ്ങനെ കൊടുക്കാം, ഇൻ എവറി ഇങ്ങനെ കൊടുക്കാം. ഇൻ എവറി quinquennial years a festival is carried out in a village, അല്ലെങ്കിൽ the authority carries out a festival in a village എന്ന് കൊടുക്കാം. പാസീവ് കൊടുക്കണം നിർബന്ധം. ആര് ക്യാരി ഔട്ട് ചെയ്യുന്നു, ആര് കണ്ടക്ട് ചെയ്യുന്നു, ആര് നടത്തിപ്പ് ആരാ എന്ന് നമ്മൾ കൊടുത്തിട്ടില്ല, സബ്ജക്റ്റ് കൊടുത്തിട്ടില്ല. അപ്പോൾ അത് ഒബ്ജക്റ്റ് അവിടെ വന്നിരിക്കുന്നത്. ക്യാരി ചെയ്യപ്പെട്ട സാധനം എന്താ, ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്ന സാധനം എന്താ, പെർഫോം ചെയ്യപ്പെടുന്ന സാധനം എന്താ, ഫെസ്റ്റിവൽ, ഉത്സവം അല്ലെ. അപ്പൊ ഉത്സവം ക്യാരി ഔട്ട് ചെയ്യപ്പെടുന്നു എന്ന് വേണം പാസിവൈസേഷൻ കൊടുക്കണം ലൂമിനസെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാം. ഇൻ എവറി ക്വിൻക്വെനിയൽ ഇയേഴ്സ് a festival in every quinquennial years
a festival is carried out in our village എന്ന് നോക്ക് കേട്ടോ. He set to set up. He is set to. അവൻ റെഡി ആണല്ലേ. He is set to. Be set to something എന്ന് പറയുന്നത്. ശബരി, he set to set up a new organization എന്ന് കൊടുക്കുക. നന്ദന, ഗുഡ് മോർണിംഗ്. Why did you throw up such a good job? എനിക്ക് തോന്നുന്നു നന്ദന ഇതുപോലെ തന്നെ ഇങ്ങോട്ട് ത്രോ അപ്പ് പറഞ്ഞപ്പോൾ ഇതുപോലെ പറഞ്ഞതല്ലേ. Why do you throw up your career? അങ്ങനെ എന്തോ ഒരു ചോദ്യം എനിക്ക് നന്ദന പറഞ്ഞതായിട്ട് എൻ്റെ ഒരു ഓർമ്മ. Which ഇതുപോലെ നമ്മൾ പറഞ്ഞപ്പോൾ when he started preparing for civil services exam, everyone advised him not to clutch at straws. വേണ്ട എന്ന് പറഞ്ഞല്ലേ. ഓക്കെ, കൊള്ളാം. Many naysayers come up with the allegations against the ruling party that they are trying to be amiable towards each and every opposition as well as person as a clutch at straw dictate to the election. Great. Throw up your concerns about life. That's great. Whatever it is a clutch at straw. Whatever it is a clutch. Okay. Whatever, comma, it is clutch at straw. So, okay, this is our last chance. Yes. Political parties have something up its sleeve. ആതിര, പൊളിറ്റിക്കൽ പാർട്ടീസ് പ്ലൂറൽ അല്ലേ, അതുകൊണ്ടാണ് നമ്മൾ ഹാവ് കൊടുത്തേക്കുന്നത് അല്ലേ. അപ്പം അതനുസരിച്ച് വരുമ്പോൾ പാർട്ടീസ് ആയതുകൊണ്ട് ദെയർ സ്ലീവ് എന്ന് കൊടുക്കണം. പ്ലൂറൽ വന്നാൽ ദെയർ കൊടുക്കുക അല്ലേ. പൊളിറ്റിക്കൽ പാർട്ടീസ് ഹാവ് സംതിങ് അപ്പ് ദെയർ സ്ലീവ് ടു വിൻ ദ അപ്കമിങ് ഇലക്ഷൻ കൊടുക്കുക കേട്ടോ. We are clutching at straws to find out what happened. That's great. She has some ideas up her sleeve to intrude the secret meeting place. That's great. Independent candidates clutch at straws against the strongest opponent during the quinquennial election. Yeah, that's great. It seems like he has something up his sleeve. Yeah, that's great. Most of the farmers are sensitive during natural disaster. They clutch at straws every moment. Yes. He threw up the plan of starting a venture due to lack of permission from the higher authority. Right. Yes. Studies ആയിരുന്നു. അതാണ് ഞാൻ ഓർക്കുന്നുണ്ട്. I remember saying. You should not clutch at straws anything. At anything അല്ലടാ. At straws അവിടെ ഉണ്ട്. പിന്നെ anything കൊടുക്കില്ല. ഇങ്ങനെ കൊടുക്കാം. You should not clutch at straws any time. ഒരു സമയത്തും നീ clutch at straw ചെയ്യരുത് എന്നാണ് കൊടുക്കുന്നത്. എനി ടൈം കൊടുത്തു, അത് ഓക്കെ. എനിത്തിങ് കൊടുക്കരുത്. എനിത്തിങ് ഇസ് അവിടെ ആവശ്യമില്ല, അതൊരു സാധനമാണ്. കാര്യം ഓൾറെഡി നമ്മൾ സ്ട്രോസ് എന്ന് പറയുന്ന നൗൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ വീണ്ടും ഒരു എന്താ പറയുക, ഒബ്ജക്റ്റിൻ്റെ ആവശ്യമില്ലല്ലോ വിദാസെ. ഓക്കെ. He has something up her sleeve to share with me. Okay, that's great. He has something up his sleeve to ruin the party. എന്തോ ഉണ്ടല്ലോ അവൻ്റെ കയ്യിൽ, അവൻ എന്തോ ഒരു വശവശം ഉണ്ടല്ലേ. Okay, that's great. In each and every commercial movie, hero character always has plans up his sleeve for reaping the windfall in the last scuffle. Yeah. Every student of this editorial session has something up their sleeve. Secret plan അല്ലേ. ശബരി, അങ്ങനെ ഡൗട്ട് ഉണ്ടോ ശബരിക്ക്? അത് കൊള്ളാം. The endeavors of the committee is quinquennial. That's great. അപ്പോൾ നമുക്ക് ഉള്ള ഇഡിയംസ്, ഫ്രേസ് വെർബ്സ്, വൺ വേർഡ്സ് ഒക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ. ജസ്റ്റ് ഒന്ന് നമുക്ക് ഓർത്തിരിക്കാം. ഇന്നത്തത് ക്യാരി ഔട്ട്, സെറ്റപ്പ്, സെൻസിറ്റൈസ് ആണ്, സെൻസിറ്റൈസ് ഒന്നും അല്ല, സെൻസിറ്റൈസ്, quinquennial, obfuscation, throw up, clutch at straws, have something up one's sleeve. ഇതാണ് നമ്മുടെ ഇന്നത്തെ ഇഡിയംസ്, ഫ്രേസ് വെർബ്സ്, വൺ വേർഡ്സ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിനൊക്കെ ചോദിക്കാറുള്ളത് തന്നെയാണ്. പലത് ഒന്നുമില്ല, എനിക്ക് തോന്നുന്നു എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യപ്പെട്ടവ തന്നെയാണ് അല്ലേ. സോ മൂവിങ് ടു അവർ വേർഡ്സ്, സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സിലോട്ടൊക്കെ നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഡയറി ഫോം ഇൻസ്ട്രക്ടറിൻ്റെ 6ാമത്തെ ബാച്ച് സ്റ്റോറിലുണ്ട്. ഇനിയും പഠിച്ചിട്ട് എങ്ങും എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. ഇങ്ങനെ എന്താ പറയുക, ഇഫ് യു ആർ ഇൻ എ ക്വസ്റ്റ്യൻ മാർക്ക് ആ ഒരു അവസ്ഥ നിൽക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് നല്ല ഗുണമുണ്ടാവും, ഇമ്പ്രൂവ് ചെയ്ത് പോവാം. നമ്മൾ ലൈവ് ക്ലാസ്സസ് ആൻഡ് അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ റെക്കോർഡ് അവൈലബിൾ ആക്കുന്നുണ്ട്. വളരെ അഫോർഡബിൾ റേറ്റിലാണ്. 2200 രൂപയ്ക്കുള്ളിൽ നിങ്ങൾക്ക് ഇത് കിട്ടും എന്നുള്ളതാണ് അതിലെ ഏറ്റവും വലിയൊരു കാര്യം. പിന്നെ അതുകൂടാതെ നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ, ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്. കൂടാതെ മെൻ്റർ സപ്പോർട്ട് ഉണ്ട്. നോട്ട്സ് എല്ലാം ഡ്രൈവിലായിട്ട് കറക്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഡൗട്ട്സ് ഒക്കെ ടീച്ചേഴ്സിനോട് ഡയറക്റ്റ്ലി ചോദിക്കുകയും ചെയ്യാം. അതുപോലുള്ള കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അപ്പോൾ കോഴ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ കോഡ് മറക്കണ്ട, Y314, Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ LSGSൻ്റെ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലോങ് ടേം ബാച്ചാണ്, 2ാമത്തെ ബാച്ച്. ഈ കഴിഞ്ഞ 19-ാം തീയതി തുടങ്ങിയുള്ളൂ, അതായത് ഇന്നലെ അല്ലേ, ഇന്നലെ തുടങ്ങിയുള്ളൂ. അപ്പം ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. 2200 രൂപയ്ക്കുള്ളിലാണ് കോഴ്സ് കിട്ടുക. കോഡ് അറിയാലോ, Y314. സെയിം സാധനമാണ് നമ്മുടെ, സെയിം എമൗണ്ട് തന്നെയാണ് നമ്മുടെ LDC കോഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ LDCയുടെ ബാച്ച് ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. ലോങ് ടേം ബാച്ചാണ്, ഇതും 2ാമത്തെ ബാച്ചാണ്. ഞാൻ പറഞ്ഞു, ഇത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് പറ്റിയ ബാച്ചാണ്. ലോങ് ടേം, ഒരു ക്രാഷ് ബാച്ച് പോലെ കുറച്ച് നാളത്തേക്ക് ഒതുക്കുമല്ല നമ്മൾ ലോങ് ടേം ബാച്ചാണ് ഉദ്ദേശിക്കുന്നത്. 5 to 6 months നിങ്ങൾക്ക് കൊണ്ട് പക്ക ട്രെയിനിങ്ങുമായിട്ട് പോകും. അതുപോലെ തന്നെ നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് പഠിക്കാൻ ഒരു കാര്യം കിട്ടും. ഉഷാറായിട്ട്
മോക്ക് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. ഇതിൻ്റെ കൂടെ മോക്ക് ടെസ്റ്റുകൾ കൂടെ ഉണ്ട്, പാക്ക് ഓഫ് മോക്ക് ടെസ്റ്റുകളുണ്ട്. കൂടാതെ വീക്ക്ലി എക്സാംസ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, ക്വസ്റ്റൻസ് ഒക്കെ തന്നുകൊണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് ഒരുപാട് അവസരമുണ്ട്. പക്ഷേ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു കോഴ്സിൽ ജോയിൻ ചെയ്താൽ അത് റെക്കറൻ്റ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുക. അല്ലാതെ പിന്നെ നമ്മൾ ഇട്ടിട്ട് പിന്നെ എപ്പോഴേലും നോക്കാം, ക്ലാസ്സിൽ എപ്പോഴും കയറാം, അങ്ങനെ ഒരു കാര്യം ചെയ്യും. കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടെങ്കിൽ നമുക്ക് റിസൾട്ടോട്ട് എത്തും. ഒരുപാട് സ്റ്റുഡൻസ് നിങ്ങൾ കാണുന്നില്ലേ, എഡിറ്റോറിയൽ ആയിട്ടും അല്ലാതെ തന്നെ നമ്മുടെ കുട്ടികൾ നമ്മളോട് പറയാറുണ്ട് റിസൾട്ട് കിട്ടി മിസ്സേ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാറുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇവരൊക്കെ ജോലി ട്രെയിനിങ് ഒക്കെ ആയിട്ട് പോയി കാര്യങ്ങളുമായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അത് ഭയങ്കര സന്തോഷം. അതുപോലെ നിങ്ങളും ഓരോരുത്തരും, നമുക്ക് ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഓരോ പ്ലാൻസ് ആണ്. അതുപോലെ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് നമ്മൾ എത്തുക, ഓരോ ചാൻസാണ് നമുക്ക് കിട്ടുക. അപ്പം അത് വരുന്നവരെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിൽക്കുക, വിട്ട് കളയരുത്. ആ ഒരു എനർജി ആൻഡ് യുവർ ഡിറ്റർമിനേഷൻ വിട്ട് കളഞ്ഞാൽ ലൈഫ് is going to be very boring and ഭയങ്കര എന്താ പറയുക, നമുക്ക് ഭയങ്കര റിഗ്രറ്റ്ഫുൾ ആയിട്ട് തോന്നും. ഡോണ്ട് ഡു ദാറ്റ് കേട്ടോ. അപ്പം കോഴ്സിൽ ജോയിൻ ചെയ്യാതിരിക്കുക നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ജോയിൻ ചെയ്യുവാണെങ്കിൽ യു ക്യാൻ യൂസ് മൈ കോഡ് നമ്മുടെ എന്താ പറയുക, ഇത് കിട്ടാൻ വേണ്ടി, ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി Y314 ഉപയോഗിക്കാം. അതുകൂടാതെ ക്ലാസ്സിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് എല്ലാ ടീച്ചേഴ്സിനോട് ഡൗട്ട്സും ചോദിക്കാം. അതൊരു കൃത്യമായിട്ട് നമുക്ക് ചെയ്തു പോകുന്ന ഒരു കാര്യമാണ്. ടെലിഗ്രാം ഗ്രൂപ്പുണ്ട്, ടെലിഗ്രാം ചാനലുണ്ട്, അതെല്ലാം യൂട്ടിലൈസ് ചെയ്ത് പരമാവധി എത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്. സമയം കളയാതിരിക്കുക, സമയം വെറുതെ കളയണ്ട. നമുക്ക് സമയമുണ്ട്, ആവശ്യത്തിന് സമയമുണ്ട്, അത് ആവശ്യം പോലെ ഇഷ്ടം പോലെ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിച്ച് നമ്മൾ മുന്നോട്ട് പോകും, വെറുതെ കളയേണ്ട സമയം. ഓക്കെ, സോ മൂവിങ് ഓൺ, നമുക്ക് നമ്മുടെ വേർഡ്സ് പഠിക്കാം. സിനോണിംസ്, ആന്റണിംസ്, റിലേറ്റഡ് വേർഡ്സ്, കൺഫ്യൂസിങ് വേർഡ്സ്, അങ്ങനെ സർവ്വതും. സോ ഇന്നലെ നമ്മളൊരു വേർഡ് ഇൻകംബന്റ് എന്നൊരു വാക്കുണ്ട്. അപ്പം ഞാൻ ഇന്നലെ ആരോ സെന്റൻസിൽ, എനിക്കൊന്ന് വിന്നു വന്നു, സെന്റൻസിൽ ഇൻകംബന്റ് ഇട്ടു. അപ്പം ഞാനിങ്ങനെ ഓർത്തു, ഇൻകംബന്റ് കുറച്ച് നാളായല്ലോ. ഞാൻ എപ്പോഴും പറയില്ല, ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചപ്പോൾ അടുത്ത ദിവസം വരും. എന്താണെന്ന് അറിയത്തില്ല, ഈ വേർഡ്സുമായിട്ട് ഇപ്പോൾ ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഇൻകംബന്റ് എന്ന വാക്ക് ഇന്ന് വന്നിട്ടുണ്ട്. ഇൻകംബന്റ് ഒരു നൗൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന, എന്നാൽ അഡ്ജക്റ്റീവ് ആയിട്ടും കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരേ മീനിങ് വരുന്ന ഒരു വാക്കാണ് ഇൻകംബന്റ് എന്ന് പറഞ്ഞാൽ ഹോൾഡർ. ആ ഓഫീസ് ഹോൾഡർ, ആ ഓഫീസ് ഇരിക്കുന്ന ആളല്ലേ. ഇപ്പോൾ നമ്മളൊരു ഇന്ന സ്ഥാനത്ത് ഒരു പൊസിഷനിൽ ഇരിക്കുമ്പോൾ അയാളെ നമ്മൾ വിളിക്കുന്ന ഇൻകംബന്റ്. ആ ഓഫീസറിനെ, ആ ഓഫീസ് ഹോൾഡറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻകംബന്റ്. ഓർത്തോണം, ഇൻകംബന്റ് ഓഫീസ് ഹോൾഡർ ആണോ അല്ലെങ്കിൽ ഓഫീസ് ബെയറർ നമ്മൾ എന്ത് വിളിക്കും? അവിടെ അതിൽ ആ ഓഫീസിൽ ഇരിക്കുന്ന ആളെ, ആ ഭരമേൽപ്പിക്കപ്പെട്ട ആൾ, അതിനെ നമ്മൾ ബെയറർ എന്ന് വിളിക്കും, അല്ലെങ്കിൽ ഓഫീസ് ഹോൾഡർ എന്ന് വിളിക്കും, വെറും ഹോൾഡർ എന്ന് വിളിക്കും. അതിനാണ് നമ്മൾ ഇൻകംബന്റ് എന്ന വാക്ക് പറയാം. അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ഉണ്ട് കേട്ടോ. ഇൻകംബന്റ് ആണ്, വായിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. സോ ഹീസ് ബൈൻഡിങ്, ഉത്തരവാദിത്തമുള്ള, ഒബ്ലിഗേറ്ററി ആണ്. പല ആൾക്കാരുടെ ഉത്തരം പറയേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഒബ്ലിഗേറ്ററി, ബൈൻഡിങ്. ഇറ്റ്സ് എൻ ഇൻകംബന്റ് ഡിസിഷൻ. അങ്ങനെ ചുമ്മാ കയറി എടുക്കാൻ പറ്റില്ല. ഇറ്റ്സ് എൻ ഒബ്ലിഗേറ്ററി ഡിസിഷൻ, നമ്മുടെ ഉത്തരവാദിത്തപ്പെടുന്ന കാര്യമാണ്. ബൈൻഡിങ് ആണ്, റിക്വയർഡ് ആണ് അല്ലേ. അങ്ങനെ ഇൻകംബന്റ് എന്ന വാക്ക് പറയാം. എന്നാൽ അതേ സമയത്ത് ദ ഇൻകംബന്റ് സിറ്റുവേഷൻ ഇസ് നോട്ട് ഗുഡ്. അയ്യോ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ വലിയ നല്ല സിറ്റുവേഷൻ അല്ല. ഇപ്പോഴത്തെ സിറ്റുവേഷൻ, കറണ്ട് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് എന്നൊരർത്ഥം കൂടെ നമ്മുടെ അഡ്ജക്റ്റീവായിട്ട് രണ്ടർത്ഥം ഉണ്ട് കേട്ടോ. അഡ്ജക്റ്റീവായിട്ട് ഇതിന് രണ്ടർത്ഥം ഉണ്ട്. ഒന്ന് എക്സിസ്റ്റിംഗ് അല്ലെങ്കിൽ കറണ്ട്, അല്ലാതെ നമ്മൾ പറയുന്നൊരു വാക്കാണ് നമ്മുടെ ഒബ്ലിഗേറ്ററി ആൻഡ് ബൈൻഡിങ് എന്ന അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ രണ്ടർത്ഥങ്ങളുണ്ട് നമ്മുടെ അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ തന്നെ, അത് ഓർത്ത് വെച്ചോണേ. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഐ ഗസ് നിങ്ങൾക്ക് അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. 5-year plan is quinquennial. 5-year plan quinquennial നമുക്ക് പറയാൻ പറ്റുമോ? കാരണം എല്ലാ വർഷവും റിക്കറന്റ് ചെയ്യുമോ അത് 5-year പ്ലാന്? ഒരു 5 ഇയർ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു 5-year പ്ലാൻ കഴിഞ്ഞാൽ അടുത്ത 5-year പ്ലാൻ അല്ലേ? എനിക്ക് തോന്നുന്നില്ല അത്, എനിക്കൊന്നും ഇലക്ഷൻ മാത്രമുള്ളൊന്നുമില്ല, 5 വർഷത്തിൽ ഒരിക്കലും പിന്നെയും ആവർത്തിച്ച് വരുന്നത്. അതാട്ടോ ശബരി, നമ്മൾ ക്വിൻക്വെനിയൽ എന്ന് പറഞ്ഞാൽ റിക്കറിങ് ഇൻ എവറി 5 years എന്ന് പറഞ്ഞാൽ ഒരു വർഷം 5 വർഷം, ഒരു 5 വർഷം കഴിഞ്ഞാൽ അടുത്ത 5 വർഷത്തിലും തന്നെ ഇത് വരും, അടുത്ത 5 വർഷം പിന്നെയും, അങ്ങനെ റിക്കറന്റ് ചെയ്ത് വരുന്ന 5 വർഷം ഗ്യാപ്പുകളെയാണ് നമ്മൾ വിളിക്കുന്നത് ക്വിൻക്വെനിയൽ കേട്ടോ, ഓർത്ത് വെച്ചോണം. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. ലൈവിലുള്ളവരൊന്ന് ലൈക്ക് അടിച്ച് പിള്ളേർ, എന്നെ പറ്റി ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. എന്താണ് ഒരു എന്തില്ലാത്ത, ഒരു ഉഷാറൊന്നും ഇല്ലാത്ത, എന്താണ്? അടുത്ത മാൻഡേറ്റ്, കേട്ട് പരിചയമുള്ള വാക്കല്ലേ മാൻഡേറ്റ്. നൗൺ ആയിട്ടും വേർബ് ആയിട്ടും ഉപയോഗിക്കാം കേട്ടോ. സോ കോർട്ടിന്റെ മാൻഡേറ്റ് അല്ലെങ്കിൽ കമ്പനിയുടെ മാൻഡേറ്റ് എന്നൊക്കെ കേട്ടോ. ഡിറക്റ്റീവ് അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എന്നൊരർത്ഥമുണ്ട്. അതുപോലെ അവരുടെ അതോറിറ്റി, അവരുടെ ഓതറൈസേഷൻ, അതോറിറ്റി എന്നൊരർത്ഥം കൂടെ മാൻഡേറ്റിനുണ്ട്. നമ്മൾ പഠിച്ചിട്ടുള്ള വാക്ക് തന്നെയാണ്. അപ്പോൾ മാൻഡേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്രൂവ് ചെയ്യുക, ഓതറൈസ് ചെയ്യുക എന്നർത്ഥം കേട്ടോ. നമുക്കൊരു അപ്രൂവ് ചെയ്ത് തരിക അല്ലെങ്കിൽ ഓതറൈസ് ചെയ്യുക, സാങ്ഷൻ ഇല്ലേ, ആ അർത്ഥം തന്നെയാണ് മാൻഡേറ്റ് ചെയ്യുക എന്നുള്ള വാക്കിന്റെ അർത്ഥം വരുന്നത് കേട്ടോ, ഓർത്ത് വെച്ചോളൂ. അടുത്ത കൺസെൻസസ്, കേട്ട് പരിചയമുള്ള വാക്കല്ലേ കൺസെൻസസ്. ഒന്നുമില്ല, അഗ്രിമെന്റ് അല്ലെങ്കിൽ ഹാർമണി, ഒരുമയിൽ പോകുന്നു, യൂണിയൻ, കോൺകോർഡ്, കൺസെന്റ്, അതിനൊക്കെയാണ് കൺസെൻസസ് എന്ന് പറയാം കേട്ടോ. കൺസെൻസസ് എന്ന് പറഞ്ഞാൽ അഗ്രിമെന്റ് ആണ്, ഹാർമണിയിലാണ്, കോൺകോർഡിലാണ്, കൺസെന്റ്, അതാണ് നൗൺ ഫോർമുലേഷൻ ഓഫ് കൺസെൻസസ്, ഓർത്ത് വെച്ചോളാം. ഓക്കെ, അടുത്ത് കൊഹിറന്റ് ആണ് അല്ലെ. ഹീസ് എ കൊഹിറന്റ് പേഴ്സൺ. കൊഹിറന്റും കൊഹിസീവും മാറിപ്പോയത് കേട്ടോ, അത് കൺഫ്യൂസിങ് വേർഡ്സിൽ പെടുന്ന വാക്കുകളാണ് കൊഹിറന്റും കൊഹിസീവും. കൊഹിസീവ് എന്ന് പറഞ്ഞാൽ അർത്ഥം, കൊഹിസീവ് ഡിവൈസസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കൊഹിസീവ് എന്താണ്? കൊഹിസീവിന്റെ അർത്ഥം
ഒന്ന് പറഞ്ഞേ കൊഹിസിവിൻ്റെ അർത്ഥം. അതായിരിക്കും നിങ്ങൾ പറയണം. കാര്യം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിസ്കസ് ചെയ്യുന്നത് ഈ കൊഹിറൻറ്റ് കൊഹിഷനും ഒക്കെ വരുമ്പോൾ ഞാൻ നിങ്ങളോട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ്. കൊഹിറൻസും കൊഹിഷനും ഒക്കെ വരുമ്പോൾ നമ്മൾ കൊഹിഷൻ കൊഹിസിവിൻ്റെ നൗണാണ്. കൊഹറൻറ്റിൻ്റെ നൗണ് കൊഹിറൻസ്. ഓക്കെ, ഓർത്തണം. ഈ എന്താണ് കൊഹിറൻ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം? കൊഹിറൻ്റ് ലോജിക്കലാണ്. കൊഹറൻറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ലോജിക്കൽ പേഴ്സൺ. കൊഹറൻറ്റ് ഡിസിഷൻ ആണെങ്കിൽ ലോജിക്കൽ ഡിസിഷൻ ആണ്, അല്ലെങ്കിൽ റീസണബിൾ ആയിട്ടുള്ള റാഷണൽ ആയിട്ടുള്ള, അതിനാണ് കൊഹിറൻ്റ് എന്ന് നമ്മൾ പറയാം. ഓക്കെ, കൊഹിറൻ്റ് എന്ന് പറയാം. കൊഹിറൻസ് ആണ് അതിൻ്റെ നൗണ്. അതായത് ആ ഒരു കൺസിസ്റ്റൻസി, ലോജിക്കാലിറ്റി, റീസണബിലിറ്റി, അത് നമ്മൾ വിളിക്കുന്ന പേരാണ് കൊഹിറൻസ്. നൗൺ ഫോർമുലേഷൻ: കൊഹിറൻ്റ് അഡ്ജക്റ്റീവ്, കൊഹിറൻസ് നൗണ്. എന്നാൽ കൊഹിസിവ് എന്ന് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥമാണ്. കൊഹിസിവ് അതിൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ എല്ലാവരും അതുപോലെ എന്താണ്, നമുക്ക് ഒരുപാട് വാക്കുകളുണ്ടോ കൺഫ്യൂഷൻ അടുപ്പിക്കുന്ന വാക്കുകൾ. ഇപ്പോൾ ഇന്നലെ നമ്മൾ പെർസ്വേഡും അതുപോലെ പെർസ്യൂ തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞില്ലേ, സെയിം വേയിൽ പറയും. നമ്മൾ എന്തെങ്കിലും കാര്യത്തിൽ നമ്മളെ അറ്റാച്ച് ചെയ്യിപ്പിക്കുന്നൊരു കാര്യമാണെങ്കിൽ അത് കൊഹിസിവ് എന്ന് പറയും. ദാറ്റ് മീൻസ് യുണൈറ്റഡ് ആണ് അല്ലേ, യുണൈറ്റഡ് ആയിട്ടുള്ള, കമ്പൈൻഡ് ആയിട്ടുള്ള, അതാണ് കൊഹിസിവ്. നിങ്ങൾക്കറിയാം കൊഹിസിവ് ഡിവൈസസ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? കണക്ട് ചെയ്യാൻ വേണ്ടിയല്ലോ ഉപയോഗിക്കുന്നത്. കണക്റ്റഡ് ആയിട്ടുള്ള, കമ്പൈൻഡ് ആയിട്ടുള്ള, യുണൈറ്റഡ് ആയിട്ടുള്ള, അതിനെ നമ്മൾ വിളിക്കും കൊഹിസിവ്. അഡ്ജക്റ്റീവ് തന്നെയാണ്. അതിൻ്റെ നൗൺ ഫോർമുലേഷൻ എന്താണെന്ന് അറിയാമോ? അതിൻ്റെ നൗൺ ഫോർമുലേഷൻ ആണ് കൊഹിഷൻ, കോമ്പിനേഷൻ, യൂണിയൻ, അറ്റാച്ച്മെന്റ്, അങ്ങനെയൊക്കെ പറയുന്നതാണ് കൊഹിഷൻ എന്നൊക്കെ പറയാം. അപ്പോൾ ഓർത്തോണം കേട്ടോ, കൊഹിസിവ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺജങ്ഷൻസും പ്രിപ്പോസിഷനും ഒക്കെ ഇറങ്ങുന്ന കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളെയും നമ്മൾ വിളിക്കുന്ന പേരാണ് കൊഹിസിവ് ഡിവൈസസ് എന്ന് പറയും, കോറിലേറ്റീവ്സ് ഒക്കെ. അപ്പോൾ ഓർത്ത് വെച്ചോണം. എന്നാൽ അതേ സ്ഥാനത്ത് കൊഹിറൻറ്റ് എന്ന് പറഞ്ഞാൽ, കൊഹിറൻസ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചാൽ മതി. ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ലോജിക്കാലിറ്റി, കൺസിസ്റ്റൻസി, റാഷണാലിറ്റി, റീസണബിലിറ്റി, ഇതൊക്കെയാണ് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. Don't fall down in this incumbent situation, just move on. That's great. He attacked the incumbent for not coping with his plan. That's great. It is incumbent upon parents to control what their children watch on TV. Yes, it is. പെരുമഴയാണല്ലേ? ഇവിടെ മഴ നന്നായിട്ടുണ്ട്, നല്ല കാറ്റും അല്ലേ അനുപമ മാനന്തവാടിയല്ലേ? ഇവിടെയും നല്ല കാറ്റുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടുകാരെല്ലാവരും കൂടെ കോഴിക്കോട് പോയി. അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഒന്നും മഴയില്ല, നമുക്ക് മാത്രം മഴയുള്ളൂ. അതെന്താണാവും? അത് നല്ല കാറ്റാണ്. അപ്പോൾ എനിക്കൊരു പേടിയാണ്, കാറ്റ് വരുമ്പോൾ എനിക്ക് ഇച്ചിരി പേടി വരും. ഇനി എന്തെങ്കിലും മരമെല്ലാം തകർന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്. പിന്നെ മൊത്തത്തിലൊരു പണിയായിരിക്കും. ആകെപ്പാടെ മഴ വരുമ്പോൾ എനിക്കൊരു, മഴക്കാലം ഇസ് നോട്ട് മൈ ഫേവറേറ്റ് സീസൺ. എനിക്കിഷ്ടമല്ല ഈ ഇങ്ങനൊരു നനഞ്ഞൊരു അന്തരീക്ഷം. ഐ ഡോണ്ട് ലൈക്ക്, ബട്ട് ഐ ലൈക്ക് നമ്മുടെ വിൻ്റർ. എനിക്കിഷ്ടമാണ് വയനാട്ടിലെ വിൻ്റർ കാണാനും അനുഭവിക്കാനും ഒരു സുഖമുണ്ട്. എനിക്കിഷ്ടമുള്ള ഇതാണ് ക്ലൈമറ്റ്. പക്ഷെ മൺസൂൺ നോട്ട് മൈ ഫേവറേറ്റ് അറ്റ് ഓൾ. അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. Our mandate does not change from culture to culture. അവിടെ മാൻഡേറ്റ് എന്ന് പറയുന്നത് our instruction or authority, അർത്ഥത്തിലാണ് ഉദ്ദേശിക്കുന്നത്. It is mandate to sign the consensus. That's great. You are incumbent to obey the traffic rules while driving. Yes, you are. Incumbent of wire likes a solenoid to do this experiment. Incumbent of wire, ആ ഹോൾഡർ, ആ ഹോൾഡർ അത് ഈ ഇൻകംബൻ്റ് അല്ല കേട്ടോ. ലുമിനസ് ഉദ്ദേശിക്കുന്ന ഹോൾഡർ ഇല്ല, നമ്മുടെ മറ്റേ ഇന്ന ഹോൾഡർ, എനിക്ക് മനസ്സിലായി, മറ്റേ ഹോൾഡേഴ്സ്, ആ നമ്മൾ ബൾബൊക്കെ ഇടുന്ന ഹോൾഡർ അല്ലേ, ആ ഹോൾഡർ അല്ല. ഇത് ഈ ഇൻകംബൻ്റ് ഇസ് നോട്ട് ദാറ്റ് ഹോൾഡർ. ഓഫീസ് ഹോൾഡർ അല്ലേ, ഒരു ഓഫീസിലിരിക്കുന്ന ആ ഹോൾഡർ, ആ ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന മനുഷ്യൻ, ആ അയാളെ പറയുന്നതാണ് ഇൻകംബൻ്റ് എന്ന് കേട്ടോ. ഓഫീസർ എന്ന് പറയുന്ന ഒരു പേരാണ് കേട്ടോ. അതാ കേട്ടോ. അപ്പോൾ ഇത് അവിടെ തെറ്റുവേ, അവിടെ ഹോൾഡർ എന്ന് തന്നെ കൊടുക്കുക. ദിസ് പ്രോജക്റ്റ് ഇസ് എക്സ്ട്രേനിയസ് ആൻഡ് ഇറ്റ് ഇസ് നോട്ട് ഡൈജസ്റ്റിംഗ് ഫോർ അവർ കൺസൈൻസ്. So we decided to part away with the consensus. That's great. Okay, അവിടെ നല്ല മഴയല്ലേ. It is safe ആയിട്ടിരിക്കാൻ ശ്രമിക്കാൻ എനിക്ക് പറയാൻ പറ്റും. പ്രകൃതിയോട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. So we should make sure you are safe and your family, I guess. It is mandatory to bring the COVID declaration form for the SSC exam even after the pandemic condition. All right. അതോറിറ്റി എന്നല്ല നല്ലൊരു ഉദ്ദേശിക്കുക. ഓക്കെ, ഫൈൻ, ദാറ്റ്സ് ഗ്രേറ്റ്. അപ്പോൾ അടുത്ത് നോക്കിക്കേ, പെർട്ടൈൻ ചെയ്യുക. രണ്ടർത്ഥം ഉണ്ട് പെർട്ടൈന്. ഓർത്തോണെ, പെർട്ടൈൻ ടു സംതിങ്. പെർട്ടൈനോട് എപ്പോഴും ഫിക്സ്ഡ് ആയിട്ട് നിങ്ങൾ കാണുമായിരിക്കും. പെർട്ടൈനോട് ഈ കൺസേൺ അഫക്റ്റ് ചെയ്യുന്ന അർത്ഥം വരുമ്പോൾ ടു എന്ന ഫിക്സ്ഡ് പ്രിപ്പോസിഷൻ വരും. പെർട്ടൈനിങ് ടു ദി കണ്ടീഷൻസ്, കൺസേൺ ഇൻ ദ കണ്ടീഷൻ. ഈ ഒരു കണ്ടീഷൻസിനൊക്കെ നമ്മളൊന്ന് മുഖവരിക്ക് എടുത്തുകൊണ്ട്, അതാണ് പെർട്ടൈൻ ചെയ്യുക എന്ന് പറയാം. മുഖവരിക്ക് എടുക്കുക ഒരു കാര്യം അല്ലേ, സംതിങ് ദറ്റ് ഇൻവോൾവ്സ്, ഈ ഒരു സിറ്റുവേഷൻ ഇൻവോൾവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുക, കൺസേൺ ചെയ്യുക എന്നൊക്കെയാണ് പെർട്ടൈൻ എന്ന വാക്കിൻ്റെ അർത്ഥം. പെർട്ടൈൻ ടു, പെർട്ടൈനിങ് ടു എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഒഫീഷ്യൽ ഭയങ്കര ഫോമലായിട്ട് നമ്മൾ ഒരു കാര്യം പെർട്ടൈൻ ചെയ്തു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബി ഇൻ എഫക്റ്റ്, പ്രാബല്യത്തിൽ വരിക, എക്സിസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഓർത്തോണെ, ഈ പെർട്ടൈൻ എന്ന വാക്ക് വരുമ്പോൾ ഈ അർത്ഥം വരുമ്പോൾ, ഈ അർത്ഥം മീൻസ് ഫോമൽ യൂസേജ് കേട്ടോ. പെർട്ടൈൻ എന്ന് പറയുന്ന ഫോമലായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വരുന്ന മീനിങ് ആണ് പ്രാബല്യത്തിൽ വരിക, ബി ഇൻ എഫക്റ്റ്.
അല്ലെങ്കിൽ കം ടു ഫോർ അല്ലേ, കം ടു ഫോർ പ്രാബല്യത്തിലോട്ട് വരിക, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുക എന്നൊക്കെ ഒരു ഫോർമൽ യൂസേജും പെർട്ടൈനുണ്ട്. പെർട്ടൈൻ രണ്ടർത്ഥമുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത്. പെർട്ടൈന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് ഈ പറയുന്ന പോലെ മറ്റേ കൺസേൺ ചെയ്യുക, അഫക്റ്റ് ചെയ്യുക, ഇൻവോൾവ് ചെയ്യുക എന്നൊക്കെയുള്ള നോർമലായിട്ട് നമ്മൾ പറയുന്നു. അതുകൂടാതെ നമ്മൾ പറയാറുണ്ട് ഫോർമലായിട്ട് പറയുമ്പോൾ യുനോ ബി ഇൻ എഫക്റ്റ് എന്നൊരർത്ഥം, അല്ലെങ്കിൽ എക്സിസ്റ്റ് ചെയ്യുന്നൊരർത്ഥം. അതിലാണ് നമ്മൾ എന്ത് പറയാം, നമ്മുടെ പെർട്ടൈൻ ചെയ്യുന്ന വാക്ക്. അത് ഓർത്തോണം, അതൊരു ഫോർമൽ യൂസേജ് ആയിട്ട് നമ്മൾ പറയുമ്പോഴാണ് ഈ പെർട്ടൈൻ ഈ അർത്ഥം വരുന്നത് ഫോർമൽ ആയിട്ടുള്ള കേസുകളിൽ. അല്ലാതെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഇറ്റ്സ് ജസ്റ്റ് കൺസേൺ, അഫക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻവോൾവ് ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ് വരുന്നത്. ഓർത്ത് വെച്ചോണം കേട്ടോ. ദാറ്റ്സ് വാട്ട് പെർട്ടൈൻ ഇസ്. ഓക്കെ, ക്ലിയർ ഐ ഗസ്. നമുക്കിനി നമ്മുടെ അടുത്ത സെറ്റിലോട്ട് പോകാമെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലേ. ഈസ് ഇറ്റ് ക്ലിയർ എവ്രി വൺ? ഐ പെർട്ടൈൻ ടു മൈ ഫ്യൂച്ചർ. ഓക്കെ, അവിടെ പെർട്ടൈൻ ഐ എം കൺസേൺഡ് അബൌട്ട് അല്ലേ, ആ ഒരു അർത്ഥത്തിലല്ലേ. ഓക്കെ, we must fill the mandate while filling the application. ഓക്കെ, ഇൻകംബന്റ് ചുറ്റുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാൻ കഴിയില്ല മിസ്. ഇല്ല, ഇൻകംബന്റ് ചുറ്റുക എന്നുള്ള അർത്ഥത്തിൽ പറ്റില്ല. ഇൻകംബന്റ് അഡ്ജക്റ്റീവ് ആണ്, നൗൺ ആണ്, അത് വെർബല്ല കേട്ടോ ലുമിനസ്. അത് വെർബായിട്ട് നമ്മൾ ഉപയോഗിക്കില്ല. അപ്പോൾ ഇൻകംബന്റ് ചുറ്റുക എന്നുള്ള അർത്ഥത്തിൽ പറയാൻ പറ്റില്ല കേട്ടോ. അല്ലാതെ നമ്മളൊരു കോയിൽഡ് എന്നൊക്കെ പറഞ്ഞ യൂസേജ് ഉണ്ടല്ലോ, അത് ഉപയോഗിക്കാം. His illness is pertaining his results. That's great. അല്ല, pertaining to his results ആണ് കേട്ടോ. വെറും pertaining കൊടുക്കല്ലേ, pertaining to കൊടുക്കുക. pertaining to his കൊടുത്തു. ഓക്കെ, ഫൈൻ, ഗുഡ് വർക്ക്. അപ്പൊ നമുക്ക് അടുത്തോട്ട് പോകാം, നെക്സ്റ്റ് സെറ്റിലോട്ട് പോകാം. ഡിപ്ലോയ് ചെയ്യുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തല്ലേ ഡിപ്ലോയ്മെന്റ് ഒക്കെ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ല, മിലിറ്ററിക്കാരൊക്കെ വരുമ്പോൾ പറയില്ലേ, ഞാൻ വന്ന് പണ്ട് ശ്രീനഗറിൽ സ്റ്റേഷൻ ചെയ്ത സമയത്ത് ഡിപ്ലോയ് ചെയ്ത് എന്നെ, നമ്മളെ ഡിപ്ലോയ് ചെയ്തത് ശ്രീനഗറിലായിരുന്നു, നമ്മൾ ഡിപ്ലോയ് ചെയ്യപ്പെട്ടത് ചാഗണ്ടിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടില്ലേ. അല്ലെങ്കിൽ ഓരോ അല്ലെ, ഈ പറഞ്ഞ മിലിറ്ററിക്കാരുടെ കഥ കേൾക്കാൻ നല്ല രസമാണ്. അവർ ഓരോ ഇടത്ത് സ്റ്റേഷൻ ചെയ്യുന്നു, അവിടുത്തെ അവസ്ഥകൾ, അവരെങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാൻ എനിക്ക് കഥ ഒരുപാട് ഇഷ്ടം. ഇപ്പോൾ മിലിറ്ററിക്കാരൊന്നുമില്ല, ആര് പറഞ്ഞാലും എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഡിപ്ലോയ് എന്ന വാക്ക് നിങ്ങൾ കേട്ട് പരിചയമുള്ളതായിരിക്കും. ഡിപ്ലോയ്മെന്റ് ആണ് അതിന്റെ നൗൺ ഫോർമുലേഷൻ. ഓക്കെ, അത് നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ് ഡിപ്ലോയ്മെന്റ്. ഡിപ്ലോയ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒന്ന് പൊസിഷൻ ചെയ്യുക, സ്റ്റേഷൻ ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ്. അല്ലാതെ വേറെ അർത്ഥം കൂടെ പോസ്റ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ്. അല്ലാതെ ഒരു അർത്ഥം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം യൂട്ടിലൈസ് ചെയ്യുക അല്ലേ, എന്താ പറയുക, യൂസ് ചെയ്യുക, എംപ്ലോയ് ചെയ്യുക. ഒരു കാര്യം നമ്മൾ എന്താ പറയുക, പ്രാബല്യത്തിൽ വരിക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ഡിപ്ലോയ് ചെയ്യുക എന്ന് പറയുന്നത്. വെൻ ദീസ് ഐഡിയാസ് ആർ ഡിപ്ലോയിഡ്, അതായത് അതൊക്കെ ഡിപ്ലോയ് ചെയ്യുമ്പോൾ ഈ ചേഞ്ചസ് ആർ ഡിപ്ലോയിഡ്, ഈ ചേഞ്ചസ് ഒക്കെ നമ്മൾ ഉപയോഗത്തിൽപ്പെടുത്തുമ്പോൾ, എംപ്ലോയ് ചെയ്യുമ്പോൾ, അതാണ് ഡിപ്ലോയ് എന്ന് വേറൊരു അർത്ഥം വരുന്നത്. അപ്പോൾ ഡിപ്ലോയ് എന്ന വാക്കിന് രണ്ടർത്ഥം ഉണ്ട്, അത് മനസ്സിൽ വെച്ചോണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അടുത്ത നുവാൻസ്. നുവാൻസ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ, ദ നുവാൻസസ് ഓഫ് ദി കമ്പനിയുടെ കുറച്ച് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഇല്ലേ, സട്ടിൽ ഡിഫറൻസ്, അതാണ് നുവാൻസസ്. നുവാൻസസ് ഓഫ് യുവർ പ്രോജക്റ്റ്, ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് ദ നുവാൻസസ് ഓഫ് യുവർ പ്രോജക്റ്റ്. നിന്റെ പ്രോജക്റ്റിന്റെ ആ ചെറിയ ചെറിയ ഡിഫറൻസ് ഒന്നും അതിനൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് ദ നുവാൻസസ് ഓഫ് ദ കളർ. കളറിന്റെ ചെറിയ വേരിയേഷൻ ഒന്നും ഞാൻ വെറുതായിട്ട് മൈൻഡ് ചെയ്യുന്നില്ല അല്ലെ. ഐ എം നോട്ട് കൺസേൺഡ് അബൌട്ട് നുവാൻസസ് ഓഫ് ദ കാൽക്കുലേഷനിലെ ചെറിയ ഡിഫറൻസസിനൊന്നും ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് മുഖവരയ്ക്ക് എടുക്കുന്നില്ല എന്നൊക്കെ പറയും. നുവാൻസ് എന്ന് പറഞ്ഞാൽ അതാണ്. നുവാൻസ് പ്ലൂറലും ഉണ്ട് കേട്ടോ. നുവാൻസസ്, സട്ടിൽ ഡിഫറൻസ്, ചെറിയ നേരിയ ഡിഫറൻസ്, ഗ്രഡേഷൻ, വേരിയേഷൻ, ഒരു ചെറിയൊരു വ്യത്യാസം, അതിനാണ് നമ്മൾ നുവാൻസ് എന്ന് പറയുന്നത്. ചെറിയ നേരിയ വ്യത്യാസം, അതിനാണ് സട്ടിൽ ഡിഫറൻസ് അല്ലെങ്കിൽ ഗ്രഡേഷൻ, വേരിയേഷൻ എന്നൊക്കെ പറയുന്നു നുവാൻസ് എന്ന വാക്ക്. അടുത്ത് അസേർട്ടൻ ചെയ്യുക. സർട്ടൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അഡ്ജക്റ്റീവ് ആണ്, ഉറപ്പാണെന്നാണ്. അപ്പൊ അസേർട്ടൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഉറപ്പ് വരുത്തുക, മേക്ക് ഷുവർ, ഡിറ്റർമിൻ ചെയ്യുക, വർക്ക്ഔട്ട് ചെയ്ത് കണ്ടെത്തുക, ഫൈൻഡ് ഔട്ട് ചെയ്യുക, അതൊരു കാര്യത്തിൽ ഉറപ്പ് വരുത്തിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനാണ് അസേർട്ടൻ ദാറ്റ് യു ആർ സേഫ്. ഉറപ്പ് വരുത്തിക്കോളം നീ സേഫ് ആണ് കേട്ടോ എന്ന് പറയും. ചിലരോട് നമ്മൾ പറയില്ലേ, ഇപ്പം വീട്ടുകാരൊക്കെ പ്രത്യേകിച്ച് പറയും, അവിടെ ചിലപ്പോൾ ഒരു കാര്യം ഓർത്ത് മഴയൊക്കെയാണ് സേഫാന്ന് ഓർത്തുകയാണ്. ഇപ്പോൾ പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ചേട്ടൻ ബാംഗ്ലൂർ ആയിരുന്ന സമയത്ത് വീട്ടുകാരെപ്പോഴും പറയും, എൻ്റെ അമ്മേ എന്ത് ന്യൂസ് കണ്ട, അവിടെ ബോംബ് അല്ലെങ്കിൽ തീവ്രവാദ ആക്രമണത്തെ പറ്റി ബാംഗ്ലൂർ ഇതിൽ എന്നൊക്കെ പറയുമ്പോഴും പറയും, എൻ്റെ അമ്മയെ കൊച്ചിനെ വിളിച്ച് നോക്കടി, ഡാഡി പറയുന്നേക്ക, കൊച്ചിനെ വിളിച്ച് നോക്കടി, കൊച്ചിന് ഉറപ്പാണ്, കൊച്ച് ഷുവറാണ്, ഐ മീൻ കൊച്ച് സേഫ് ആണെന്ന് ഉറപ്പ് വരുത്ത് എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നേക്കാം. സോ ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. അസേർട്ടൻ ചെയ്യുന്നതാണ് മേക്ക് ഷുവർ, ഫൈൻഡ് ഔട്ട്, വർക്ക് ഔട്ട്, ഡിറ്റർമിൻ എന്നൊക്കെ വാക്കാണ് അസേർട്ടൻ എന്ന യൂസേജ്. ഓർത്ത് വെച്ചോളാം. അടുത്ത് സൈറ്റ് ചെയ്യുക. സൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ സൈറ്റ് എന്ന് പറഞ്ഞ വാക്കിന് രണ്ടർത്ഥമുണ്ട്. ഒന്ന് റെഫർ ടു സംതിങ്, രണ്ടാമത്തത് സജസ്റ്റ്, ഐ മീൻ അടുത്ത് കമന്റ് ചെയ്യുക, പ്രൈസ് ചെയ്യുക. ഒരാളെ നമ്മൾ പുകഴ്ത്തി പറയണം അല്ലേ, നല്ല വാക്ക് പറയാം ഒരാളെ പറ്റി. അല്ലാതെ നമ്മളൊരു കാര്യത്തിൽ നിന്ന് ഒരു ഇന്ന വരികൾ നമ്മൾ ഇതിൽ നിന്ന് അഡ്യൂസ് ചെയ്യണം, അവിടുന്ന് കടമെടുക്കും, റെഫർ ചെയ്യണം, അവിടുന്ന് സൈറ്റ് ചെയ്യുക, സജസ്റ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥം സൈറ്റിനുണ്ട്. അതേ സമയത്ത് കമന്റ് ചെയ്യുക, പ്രൈസ് ചെയ്യുന്ന മറ്റൊരു അർത്ഥമുണ്ട്. പക്ഷെ അതേ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം മറ്റ് സൈറ്റ് അല്ലേ, SIGHT സൈറ്റ് നൗൺ വേർബായിട്ട് ഉപയോഗിക്കുന്ന, കാണാൻ പറ്റുന്ന, വിഷൻ, കാഴ്ച എന്ന അർത്ഥം വരുന്ന സൈറ്റ് ഉണ്ട്. അതുപോലെ തന്നെ SITE സൈറ്റ്, സോറി SITE സൈറ്റ്, യെസ് SITE സൈറ്റ് നമുക്കറിയാവുന്ന സൈറ്റ് തന്നെയാണ്, നമ്മുടെ വെബ്സൈറ്റിലെ സൈറ്റ്, നൗണും വേർബായിട്ട് ഉപയോഗിക്കുന്ന സൈറ്റ് തന്നെയാണ്. ലൊക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ലൊക്കേഷൻ എന്ന നൗൺ വരുന്ന വാക്ക് കേട്ടോ.
ഓർത്ത് വെച്ചോ. നൗണായിട്ടും വേർബായിട്ടും ഉപയോഗിക്കാവേ. ഞാനിവിടെ നൗണിൻ്റെ മീനിങ് മാത്രം ഇപ്പോൾ എഴുതിയിട്ടുള്ളൂ. അടുത്ത ഡിസ്ക്രെഡിറ്റ് ചെയ്യാം. ഡിസ്ക്രെഡിറ്റ്. ക്രെഡിറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം നിങ്ങൾക്ക് അറിയാലോ, വിശ്വാസം. ക്രെഡിറ്റ് സ്കോർ ഒക്കെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഡിസ്ക്രെഡിറ്റ് ഈസ് എ വേർബ്. അപ്പം ആക്ച്വലി വേർബായിട്ട് ഉപയോഗിക്കുന്നു, പക്ഷെ അത് നൗണും ഉണ്ട് കേട്ടോ. ഡിസ്ക്രെഡിറ്റ്. ഇറ്റ് വാസ് എ ഡിസ്ക്രെഡിറ്റ് യുവർ ഫാമിലി. ഓ, നീ എന്നെ കാണിച്ചു വെച്ചേ. ചിലപ്പോൾ പറയില്ലേ, നീ എന്തിപ്പോൾ കാണിച്ചു വെച്ചാൽ ഇനി നാട്ടിലിറങ്ങി നടക്കാൻ പറ്റുമോ? ഇറ്റ് വാസ് എ ഡിസ്ക്രെഡിറ്റ് ടു അവർ ഫാമിലി. യു ആർ എ ഡിസ്ക്രെഡിറ്റ് ടു അവർ ഫാമിലി എന്നൊക്കെ ഇടയ്ക്ക് പറയും. ചങ്കിക്കൊള്ളുന്ന വർത്താനം പറയല്ലേ എന്നൊക്കെ നമ്മൾ പറയില്ലേ. നീ ഒരു മാതിരി നാണക്കേട് വരുത്തി വെച്ചല്ലോ, നാട്ടിൽ ഇപ്പം നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുമോ? നീ നമ്മുടെ നാടിനകം നമുക്ക് ചീത്തപ്പേരുണ്ടാക്കൽ ഓർ ചീത്തപ്പേര് ഇസ് വാട്ട്. അത് ബാഡ് മാർക്ക് ടു യുവർ റെപ്യൂട്ടേഷൻ. നമ്മുടെ ഗുഡ് മാർക്കിന് പകരം ബാഡ് മാർക്ക് ടു യുവർ റെപ്യൂട്ടേഷൻ. റെപ്യൂട്ടേഷൻ ആകെ ഹാം ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം, ദാറ്റ് ഇസ് ഡിസ്ക്രെഡിറ്റ്. ഹാം ചെയ്യിപ്പിക്കൽ വേർബ് ആയിട്ടും പറയാം. ഹാം ചെയ്യിപ്പിക്കുക എന്നുള്ള അർത്ഥം കൂടെ ഉണ്ട്. അപ്പോൾ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഡിസ്ഗ്രേസ് ചെയ്യുക, ഡെനിഗ്രേറ്റ് ചെയ്യുക എന്നൊക്കെ അർത്ഥമാണ്. വില്ലിഫൈ ചെയ്യുക, അങ്ങനെ അങ്ങനെയൊക്കെ പോകും. അതായത് നമ്മൾ ഒരാളെ നാണം കെടുത്തുക എന്നുള്ള അർത്ഥത്തിൽ വരില്ലേ, ഒരാളുടെ താഴ്ത്തി കിട്ടുക എന്നൊക്കെ അർത്ഥത്തിൽ വരും ഡിസ്ക്രെഡിറ്റ് ചെയ്യുക. എന്നാൽ അതേ സമയത്ത് ഡിസോണർ ചെയ്യുക കേട്ടോ, അതാണ്. എന്നാൽ അതേ സമയത്ത് ഡിസോണർ ആ ചീത്ത പേര് അല്ലെങ്കിൽ ഡിസ്റെപ്യൂട്ട് എന്നൊക്കെ പറയുന്നത് നമ്മുടെ നൗൺ ഫോർമുലേഷൻ ആണ്. ഓക്കെ, ഡിസ് ആണ്, അപ്പോൾ തന്നെ ഓർത്തോണം പ്രിഫിക്സ് ആണ്, നെഗറ്റീവ് പ്രിഫിക്സ്. അപ്പോൾ തന്നെ വാക്ക് ഫുള്ളി നെഗറ്റീവ് ആയി, ഓർത്തോണം. ഡിസ്ക്രെഡിറ്റ് നെഗറ്റീവ്, ഡിസോണർ നെഗറ്റീവ്, ഡിസ്റെപ്യൂട്ട് നെഗറ്റീവ്, ഡിസ്ഗ്രേസ് ഒക്കെ നമ്മൾ ഓർത്തോണം. ഡി ഒക്കെ വരുന്നില്ലേ, നമ്മളല്ലേ റീജനറേറ്റ് ചെയ്യുക, ഡീജനറേറ്റ് ചെയ്യുക അല്ലേ, ഡീഹൈഡ്രേറ്റ് ചെയ്യുക, അതൊക്കെ അറിയില്ലേ, കേട്ട് പരിചയമുള്ള വാക്കല്ലേ ഡീഹൈഡ്രേഷൻ. ഡി എന്ന വാക്ക് ഒരു നെഗറ്റീവ് പ്രിഫിക്സ് ആണ്, ഓർത്ത് വെച്ചോണം എപ്പോഴും. ഓൾറൈറ്റ്, അതാണ് ഡിസ്ക്രെഡിറ്റ്, ഡിസോണർ, ഡിസ്റെപ്യൂട്ട്, ഡിസ്ഗ്രേസ് ചെയ്യുക അല്ലെങ്കിൽ ഡെനിഗ്രേറ്റ് ചെയ്യുക എന്ന വേർബ് ഫോർമുലേഷനും. നൗണായിട്ടും വേർബായിട്ടും ഒരേപോലെ ഉപയോഗിക്കാൻ പറ്റുന്ന വാക്കാണ്, മനസ്സിലുണ്ടായിരിക്കണം. യെസ്, ലെറ്റ് മീ റീഡ് യുവർ സെന്റൻസസ്. അപ്പോൾ നോക്കാം. ഓക്കെ. Coherent speech of the political leaders attract the youth towards the party. That's great. He asked for an explanation regarding the friends leave and reasons are not cohesive. The associate must be ruled out from the outfit. And the reasons are not cohesive. അതിൻ്റെ ഒരു കോമ ഇട്ട് കൊടുക്കടാ, അടുത്ത സെന്റൻസ് ആയിട്ടല്ലേ അത് വരുന്നത്. അപ്പം കോമ ഇട്ട് കൊടുക്കും കേട്ടോ. You should give coherent reasons. That's great. GST pertained in 2017. നിലവിൽ വന്നു അല്ലേ. Great. The government lacks a coherent economic policy. Great. He was deployed to ascertain the truth behind forged cases. Great. Pertaining rainfall created. Pertaining എന്ന് പറയുന്ന അവിടെ ഉദ്ദേശിക്കുന്നത് മറ്റേ pertaining to rainfall, concerning rainfall അതാ ഉദ്ദേശിക്കുന്നില്ല, affecting അല്ലേ. അവിടെ എങ്ങനെ കൊടുക്കുക സോണൽ. Pertaining to rainfall created havoc in many regions. pertaining to concerning rainfall എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത ക്ലോസ് വരണം, അത് വേണ്ട. അപ്പോൾ pertaining rainfall, അപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്ന റെയിൻഫോൾ എന്ന അർത്ഥത്തിലായിരിക്കും അല്ലേ സോണിൽ ഉദ്ദേശിക്കുന്നത്. അഡ്ജക്റ്റീവ് ഫോർമുലേഷനിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ. I was deployed in Ooty branch while demonetization. While demonetization, while കൊടുക്കാം, ഫൈൻ. While demonetization കറക്റ്റ് ആണ്. Yes, I effectively deploy the resources. That's great. Deploy noun ഉണ്ടോ? ഇല്ല. Deploy noun ആണ്, deployment കേട്ടോ. ശബരി deployment noun ആണ്. Deploy verb. Okay, the nuance is due to climate change. Okay, I notice nuance of his character. All right, Ralph. I don't make any nuance in calculations. That's great. Umman Chandi was a coherent leader. Yes, he was. ജനങ്ങളുടെ എന്താ മുഖ്യൻ എന്നറിയപ്പെടുന്ന എന്താ പുള്ളിക്കാരൻ അല്ലേ. Yeah. He cited a famous cardiologist for his disease. That's great. I'm not taking care of the nuance in this question. That's great. Army deployed its personnel to monitor and pursue the perpetrator of the editorial as she publicly raised a butchering caveat for a fledgling person. And the there's a nuance in current due to the damage of electrical wire. That's great. My job doesn't really allow me fully to deploy my skills. Okay. അല്ല, നമുക്കപ്പോൾ പുതിയൊരു ജോബിൻ്റെ ആവശ്യമുണ്ട് നല്ല നന്ദന. You are certain about the timing of the event. That's great. Some people deploy their money and power to sabotage some issues. Yes, they do. Can you cite a good place in Kerala for a trip? That's great. Committee have nuance in the new projects. Okay. One day he discredited me. Okay. They made an effort to discredit the politician. Okay. Don't discredit her in front of your friends. That's great. A certain appropriate solution for the given question. That's great. Policeman ascertain the linchpin of the issue even though the evidence is depriving or lacking. All right. Lackluster. Okay. Lackluster. Uniform civil code pertain more people. Pertain to affected alle. Pertain to more people. Common people are not concerned about the nuance in governance. Yes. Manipur issue is a discredit for our country.
Yes, it is. Moving to the next set, elevate ചെയ്യുക. Elevate ചെയ്യുക. Elevate എന്ന വാക്ക് വരുമ്പോൾ നിങ്ങൾക്ക് elate എന്ന വാക്കുമായിട്ട് കൺഫ്യൂഷൻ വരാൻ പാടില്ല. ഓർത്ത് വെച്ചോണം, elevate എന്ന വാക്കുണ്ട്, elevation എന്നാണ് noun. Elevation. Height. Elevation, height. Be your career lead you to elevation. നിന്നെ അങ്ങ് ഉയർച്ചയിൽ എത്തട്ടെ. എലിവേഷൻ എന്ന് പറഞ്ഞാൽ സമ്മിറ്റ്, എന്താ ഉയർച്ച, അതാണ് എലിവേഷൻ എന്ന് പറയാം. എലിവേറ്റ് ചെയ്യുക, റേസ് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക, ബൂസ്റ്റ് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, അപ്ഗ്രേഡ് ചെയ്യുക, എക്സോൾട്ട് ചെയ്യുക, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എലിവേറ്റ് ചെയ്യുക. എന്നാൽ നിങ്ങൾ പരിചയമുള്ള ഉള്ള ഒരു വാക്കാണ് ഇലേറ്റ് ചെയ്യുക. ഇലേറ്റ് ചെയ്യുക എന്നല്ല, ഇലേറ്റ്. എന്താ ഇലേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം? ഇലേറ്റ്, എലൈറ്റ് അല്ല കേട്ടോ, എലൈറ്റ് അല്ലേ, എലൈറ്റ് പ്ലം കേക്ക്സ് അല്ലേ ഞാൻ ചോദിക്കണേ. ഇലേറ്റ് വാക്ക് വന്നിട്ടുണ്ട്, കൺഫ്യൂസിംഗ് വേർഡ്സിൽ പെടുന്നതാണ് എലൈറ്റ്. എന്താണ് വാക്കിന്റെ അർത്ഥം? എലൈറ്റ്. കേട്ട് പരിചയമുള്ള വാക്കാണ് എലൈറ്റ്. എലൈറ്റ് ചെയ്യാം, വേർബാണ് എലൈറ്റ്, വേർബ്. എലൈറ്റഡ് നൗൺ, എലൈറ്റഡ് നൗൺ, എലൈറ്റ് വേർബ്, വേർബാണ്. പറഞ്ഞോണം. അപ്പോഴേക്കും നമുക്ക് അടുത്ത് പറയാം. നിങ്ങൾ ആൻസർ പറയാൻ വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ്. ക്രിറ്റീക്ക്, ക്രിറ്റീക്ക് കേട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ക്രിറ്റീക്ക് ചെയ്യുക ഓർ ക്രിറ്റീക്ക് എന്ന നൗണും ഉണ്ട്. ക്രിറ്റീക്ക് ചെയ്യുക മീൻസ് ഇവാലുവേറ്റ് ചെയ്യുക, അപ്രൈസ് ചെയ്യുക, അനലൈസ് ചെയ്യുക എന്നൊക്കെ പറയും. ക്രിറ്റീക്ക് എന്ന് പറഞ്ഞാലും അനാലിസിസ്, ഇവാലുവേഷൻ, അപ്രൈസൽ എന്നൊക്കെ പറയും. സോ അപ്രൈസൽ, ഇവാലുവേഷൻ, അനാലിസിസ് എന്നൊക്കെ പറയുന്നത് ക്രിറ്റീക്ക് എന്ന നൗണിന്റെ മീനിങ്. വേർബായിട്ട് വരുമ്പോൾ സെയിം സാധനം, അനലൈസ് ചെയ്യുക, ഇവാലുവേറ്റ് ചെയ്യുക, അപ്രൈസ് ചെയ്യുക എന്നൊക്കെ പറയാം. ഓക്കെ. It is difficult to withstand the deployment of army officers at Wagah border. Okay. A nuance in climate affect common people. Effect alla Anita, affect ആണ് അല്ലേ? affect എന്ന verb. അപ്പോൾ എന്നാ കൊടുക്കണം? nuance in climate affects, affect ചെയ്തു. nuance എന്ന് പറഞ്ഞാൽ സിംഗുലർ അല്ലേ, അപ്പോൾ verb സിംഗുലർ, affect ചെയ്യുക ആരെ? common people. Your uncanny behavior is a discredit for us. Yes. ഹാപ്പി ആണോ എന്നല്ലേ? ഹാപ്പി ആണ്. എലൈറ്റ് ചെയ്യാൻ വെർബാണ്. എലൈറ്റഡ് ആണ് ഹാപ്പി എന്ന അഡ്ജക്റ്റീവ് വരുന്നത്. എലൈറ്റ് എന്ന് പറയുന്നത് വീട്ടിൽ വരുമ്പോൾ അത് ഇതാവുക. എലൈറ്റ് വെർബാ. മേക്ക് ഹാപ്പിയാണ്, മേക്ക് സംബഡി ഹാപ്പി. ഒരാളെ നമ്മൾ ഹാപ്പി ആക്കുക, ഹാപ്പി ആക്കുക, മേക്ക് സംബഡി ഹാപ്പി, അതിനാണ് എലൈറ്റ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, യോർ സക്സസ് എലൈറ്റഡ് മീ, എന്നെ ഭയങ്കര യുവർ സക്സസ് എലൈറ്റ്സ് മീ, എന്നെ എലൈറ്റ് ചെയ്യുന്നു. മേക്ക് സംബഡി ഹാപ്പി കേട്ടോ. ഓർത്തോണേ, നമ്മൾ ഒരാളെ ഹാപ്പി ആക്കുക എന്നാണ് എന്നർത്ഥം എലൈറ്റ് എന്ന വേർബിന്റെ അർത്ഥം. എലൈറ്റഡ് ആണ് ഹാപ്പിനെസ്, അല്ല എന്താ പറയുക, ഹാപ്പി ആക്കുക. ഹാപ്പി എന്ന അഡ്ജക്റ്റീവ് വരാം. ഹാപ്പി എന്ന അഡ്ജക്റ്റീവ് വരണമെങ്കിൽ എലൈറ്റഡ് എന്ന് പറയണം. ഐ എം എലൈറ്റഡ് എന്ന് പറഞ്ഞാൽ ഐ എം ഹാപ്പി എന്നർത്ഥം. ഐ എം എക്സ്റ്ററ്റിക്, അതാണ് ത്രിൽഡ് എന്നൊക്കെ അർത്ഥത്തിൽ വരുന്ന എലൈറ്റഡ് എന്ന V3 വരുമ്പോൾ. V3 അഡ്ജക്റ്റീവ് ആണ് അറിയാലോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പക്ഷേ വെറും എലൈറ്റ് ഈസ് എ വേർബ്, V1 ആയിട്ട് ഉപയോഗിക്കുമ്പോൾ മേക്ക് സംബഡി ഹാപ്പി എന്ന് അർത്ഥം കേട്ടോ. ഐ എം നോട്ട് ഗോയിങ് ടു എലൈറ്റ് യു, ഞാൻ നിന്നെ എലൈറ്റ് ചെയ്യാൻ വന്നതല്ല. ഐ എം നോട്ട് ഗോയിങ് ടു മേക്ക് യു ഹാപ്പി, ഞാൻ നിന്നെ ഹാപ്പി ആക്കാൻ വന്നതല്ല. ഐ എം ഗോയിങ് ടു ടെൽ യു സംതിങ് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ നിന്നെ സന്തോഷിപ്പിക്കാൻ വന്നൊന്നുമല്ല എന്നൊക്കെ ചിലർ പറയുന്നേക്കാം. ഉള്ളതുപോലെ പറഞ്ഞിട്ടേക്കും. ഐ എം നോട്ട് ഗോയിങ് ടു എലൈറ്റ് യു ലൈക്ക് അതേഴ്സ് ഡു എന്നൊക്കെ പറയുന്നേക്കാം. അടുത്ത പ്രിയംറ്റീവ് കേട്ടുണ്ടായിരിക്കും. പ്രിയംറ്റീവ് അഡ്ജക്റ്റീവ് ആണ്. പ്രിയംറ്റീവ് എന്ന വാക്ക് ഡിറ്ററൻ്റ് ആണ്, പ്രിക്കോഷണറി ആണ്, അവോയ്ഡിങ്. ഡിറ്ററൻ്റ് ആണ്, അത് തടഞ്ഞു വെക്കുക. നമ്മൾ ഒരു കാര്യം നമ്മൾ ഡിലേ ചെയ്ത് വെക്കുകയാണ്, പ്രിവെൻറ്റ് ചെയ്യാണ്, അവോയ്ഡ് ചെയ്യാണ്, അവോയ്ഡ് ചെയ്യാണ്. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് നോട്ട് ഗുഡ്, അത് വേണ്ട. ഇപ്പം നമുക്കത് വരാതിരിക്കുന്നതല്ല, അതുകൊണ്ട് നമ്മളതിനെ പ്രിവെൻറ്റ് ചെയ്ത് വെക്കുന്നത്. സോ പ്രിയംറ്റീവ് എന്ന് പറഞ്ഞാൽ പ്രിവെൻറ്റീവ് ഓർ പ്രിക്കോഷണറി, അവോയ്ഡിങ് എന്നൊക്കെ നമ്മൾ പറയാം. പ്രിവെൻറ്റീവ് എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. സോ ഓർത്ത് വെച്ചോളം. ഡിറ്ററൻറ്റ് അല്ലെങ്കിൽ പ്രിവെൻറ്റീവ്, പ്രിക്കോഷണറി, അവോയ്ഡിങ് എന്ന അർത്ഥത്തിലാണ് പ്രിയംറ്റീവ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓർത്തോ, അഡ്ജക്റ്റീവ് പഠിച്ചിട്ടുണ്ട്. അടുത്ത ഡിഫ്ലക്റ്റ് ചെയ്യുക. ഡിഫ്ലക്റ്റ് ചെയ്യുന്ന പറഞ്ഞാൽ ഡോണ്ട് ഡിഫ്ലക്ട് ഫ്രം യുവർ സ്റ്റഡീസ്, ഡോണ്ട് ഡീവിയേറ്റ് ഫ്രം യുവർ സ്റ്റഡീസ്. പഠിക്കുന്ന സമയത്ത് നമ്മൾ അതിൽ നിന്ന് വ്യതിചലിക്കുക, അല്ലേ? വ്യതിചലിച്ച് പോകുന്നതിനെയാണ് ഡിഫ്ലക്റ്റ് ചെയ്യുക എന്ന് നമ്മൾ പറയാം. സോ ഡിഫ്ലക്റ്റ് എന്ന് പറഞ്ഞാൽ ഡീവിയേറ്റ് ചെയ്യുക, ഡൈവേർട്ട് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക, ഡിസ്ട്രാക്ട് ചെയ്യുക, ഫെൻഡ് ഓഫ് ചെയ്യുക. ഒരു കാര്യത്തിൽ നിന്ന് നമ്മൾ അങ്ങ് വിട്ടുമാറി പോവാണ്. അതിന് യു ആർ പ്രിവെൻറ്റിങ് സംതിങ്, അങ്ങനെ ഒരു ഇതിൽ വേറെ ഒരു ഇതിലോട്ട് പോവാണ്, അത് വഴിതെറ്റി പോകുന്നതിന്, അല്ലേ? വഴിതിരിഞ്ഞ് പോവുക. അതിന് നമുക്ക് എന്താ പറയുക? ഡിഫ്ലക്റ്റ് ചെയ്യുക എന്ന് പറയാം. സോ ദാറ്റ് ഈസ് ഡിഫ്ലക്റ്റ്. ഡിഫ്ലക്ഷൻ ആണ് അതിൻ്റെ നൗൺ വരിക, ഡിഫ്ലക്ഷൻ. ഓർത്ത് വെച്ചാൽ. അടുത്തത് അവേഴ്സ്. പരിചയമുള്ള വാക്കാണ്. അവേഴ്സ് പോട്ടെ, അഡ്വേഴ്സ്. വീണ്ടും ഞാൻ തന്നെ പറഞ്ഞപ്പോൾ കൊണ്ട് മാറിപ്പോയതുകൊണ്ട്. അവേഴ്സ് എന്ന വാക്ക് നമ്മുടെ അഡ്ജക്റ്റീവ് തന്നെയാണ്. അവേഴ്സ് അഡ്ജക്റ്റീവ് തന്നെയാണ്. അതിൻ്റെ കൂടെ ഫിക്സഡ് പ്രിപ്പോസിഷൻ ഉണ്ട്. അവേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് എന്ന അർത്ഥം. എനിക്കൊരു താല്പര്യം ഇല്ലാത്ത, ഇഷ്ടക്കേട്, അതാണ് ഡിസ്ലൈക്ക് എന്ന അർത്ഥത്തിലാണ് അവേഴ്സ് എന്ന് പറയുന്നത്. ഡിസ്ലൈക്ക് ടു സംതിങ് അർത്ഥം. എന്നാൽ അവേഴ്സിലൊരു ഫിക്സഡ് പ്രിപ്പോസിഷൻ മറക്കണ്ട. ടു, അവേഴ്സ് ടു സംതിങ് എന്നാണ് നമ്മൾ പറയാം.
അതായത് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഐ ഹേറ്റ് ഇറ്റ് എന്ന അർത്ഥത്തിൽ. അതന്നെ നമ്മൾ പറയുന്ന അവേഴ്സ് എന്ന അഡ്ജക്റ്റീവ്. എന്നാൽ അഡ്വേഴ്സ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് തന്നെയാണ്, പക്ഷെ അതിന്റെ അർത്ഥം ഇതാണ്, അൺഫേവറബിൾ, പ്രതികൂലം, അതാണ് പ്രതികൂലമായ, അതാണ് അഡ്വേഴ്സ്. അഡ്വേഴ്സ് സിറ്റുവേഷൻ, പ്രതികൂല സാഹചര്യങ്ങൾ അല്ലെ, അഡ്വേഴ്സ് അൺഫേവറബിൾ, ഡിസ്അഡ്വാൻറ്റേജസ് എന്നൊക്കെ പറയില്ലേ, അതിനാണ് നമ്മൾ എന്ത് പറയാം, അഡ്വേഴ്സ് എന്ന് പറയാം. അഡ്വേഴ്സ് മറക്കണ്ട കേട്ടോ, അഡ്വേഴ്സ് എന്ന വാക്ക് അഡ്വേഴ്സിന്റെ പോലെ തന്നെ കൺഫ്യൂഷൻ അടിക്കുന്ന വേറൊരു വാക്കാണ് അവേഴ്സ്. അവേഴ്സ് ഡിസ്ലൈക്ക് ചെയ്യുന്നുള്ള അർത്ഥമാണോ, ഓർത്ത് വെച്ചോ കേട്ടോ, അതാണ് ഡിസ്ലൈക്ക് എന്ന വാക്കിന്റെ അർത്ഥം, ഓർത്ത് വെച്ചോളാം. ലെറ്റ് മീ റീഡ് യുവർ സെന്റൻസസ്. ഓക്കെ. The organization worked for the elevation of backward classes. That's great. Kerala High Court Chief Justice elevated as Supreme Court Judge. Yes. He elevated us alla. He is elevated us. അല്ലെ സോണല്ലേ, അയാൾ എലിവേറ്റ് ചെയ്യപ്പെട്ടു, അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടു, പ്രൊമോട്ട് ചെയ്യപ്പെട്ടു, അതായത് വേറെ ആരോ അയാളെ പ്രൊമോട്ട് ചെയ്തു എന്നല്ല അർത്ഥം. അപ്പോൾ അത് പാസിവൈസേഷൻ വരണ്ടേ. സോണൽ ശ്രദ്ധിക്കുക, കേരള ഹൈക്കോർട്ട് ചീഫ് ജസ്റ്റിസ് ഈസ് എലിവേറ്റഡ് ആസ് സുപ്രീം കോടതി ജഡ്ജ് കൊടുക്കാം. ഈസോ ഓസോ ടെൻസ് ഇഷ്ടമുള്ളത് കൊടുത്തോ, അത് വേറെ കാര്യം. Ascertain that you choose the right answer for that question in examination. That's great. You should need a critique in your activities. Okay. Yes. Your critique in the journal was good. Great. Elevate in the position. In the population. Elevate in the population allo. Elevation in the population. And noun anengil anushree elevation in the population leads to the lack of resources. Cut off. He always makes a loyal critique. Great. Nowadays, I'm bemused. Why no one is elevating you to the top of the roof. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഏട്ടാ നൈസായിട്ടല്ലേ, എന്താ പറ്റിയെന്നല്ലേ, ആർക്കും നമ്മളോട് ഒരു ഇതില്ലാതെ ഇപ്പോൾ. പ്ലീസ് ascertain that you are elate with this decision. That's great. This video will elevate our English knowledge. Of course it does. Magnetic compass has a deflecting needle. That's great. Don't deflect from our goal. That's great. Don't deflect from your work. രണ്ടുപേരും ഒരേപോലെ ഒരേ മനസ്സിലോട്ട് വന്നല്ലോ, കൊള്ളാം. The slight deflection of wind will adversely affect the spin of the ball while playing cricket. That's great. Critique is essential after every mock test. Yes. Adverse weather condition പറയാറുണ്ട് അല്ലേ. Smell of food deflects me from my work. പണിയെടുക്കാൻ സമ്മതിക്കില്ല, എന്താ ചെയ്യാ അല്ലേ. When adverse situations are surrounding, you look for a positive sign. Yes. ഒരു നല്ല സൈനിന് വേണ്ടി നമ്മൾ കാത്തിരിക്കും. അഡ്വേഴ്സിന്റെ ഫിക്സഡ് പ്രൊപ്പോസിഷൻ ആണ്. അതെ അവേഴ്സിന്റെ അതെ. Critique of others projects critique of others projects elevates your critique of others മറ്റുള്ളവരുടെ analysis elevates your knowledge before preparing your project. That's great. Critique is imperative for confirming that you are pursuing in the right trajectory. Yes, that's great. അപ്പോൾ ഓർത്തോണേ, നമ്മുടെ ഈ സെറ്റ് കഴിഞ്ഞ് ഇനി ഒരു സെറ്റ് കൂടെ ഉണ്ട്, നമുക്ക് ആ സെറ്റിലോട്ട് പോവാം. അപ്പം അതിന് മുമ്പ് നമ്മുടെ റെയിൽവേയുടെ നമ്മുടെ 4ാമത്തെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും ഇനിയും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. 17-ാം തീയതി നമ്മുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ടെലിഗ്രാം ചാനലുണ്ട്, മോക്ക് ടെസ്റ്റ് അതിൻ്റെ കൂടെ അവൈലബിൾ ആണ്. ടീച്ചേഴ്സിനൊക്കെ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്ത് ഡൗട്ട്സ് ചോദിക്കാം. പിന്നെ നിങ്ങൾക്ക് മെൻ്റൽ സപ്പോർട്ട് ഇതിൻ്റെ കൂടെ ഉണ്ട്. കൂടാതെ നോട്ട്സ് ഒക്കെ ഡ്രൈവിലായിട്ട് കിട്ടും. ലൈവ് ആൻഡ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു റെക്കോർഡഡ് സെഷൻസ് അവൈലബിൾ ആണ് ഫോർ യു ടു റിവൈസ്, അതുകൊണ്ട് അവൈലബിൾ ആണ്. അപ്പോൾ റെയിൽവേയുടെ ബാച്ച് ഉണ്ട്, അതുപോലെ നമ്മുടെ SSC MTSന്റെ ബാച്ച് ഉണ്ട്. ഇന്ന് ലാസ്റ്റ് ഡേറ്റ് അപ്ലൈ ആണേ, മറന്നോ, 21-ാം തീയതി എന്ന് പറയുന്നത് നമ്മുടെ SSC MTS അപ്ലൈ ഉള്ള ലാസ്റ്റ് ഡേറ്റാണ്. അതുപോലെ IBPS RRB ക്ലർക്ക് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് കൂടാ. അപ്പോൾ 21-ാം തീയതി ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്, നമ്മൾ ഓർത്ത് വെച്ചോണം കേട്ടോ. അപ്പോൾ 20-ാം തീയതി ആയി ഇന്ന്, അത് നോക്കണം. അപ്പോൾ SMTSനാണെങ്കിലും IBPS ക്ലർക്കിനാണെങ്കിലും അപ്ലൈ ചെയ്യാത്തൊരു വേഗം അപ്ലൈ ചെയ്തോളൂ, മറക്കണ്ട, താമസിക്കേണ്ട. പിന്നെ സൈറ്റ് ബ്ലോക്ക് ആയിരിക്കും SSCയുടെ, അത് ഓർത്ത് വെച്ചോണം, അത് ഓൾറെഡി കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കോഴ്സൊക്കെ പർച്ചേസ് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കോഡ് അപ്ലൈ ചെയ്യാം. Y314 പർച്ചേസ് ചെയ്യുമ്പോൾ കോഡ് മറക്കണ്ട, Y314 എന്ന കോഡ് അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടോടുകൂടി ക്ലാസ്സിൽ കയറാൻ പറ്റും. റെക്കോർഡ് ഉണ്ട്, ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്, ടെലിഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, ടെലിഗ്രാം ചാനലുണ്ട്, മെന്റൽ സപ്പോർട്ടൊക്കെ ഉണ്ട് നമ്മുടെ കൂടെ കേട്ടോ. അത് മറക്കണ്ട. ലെറ്റ്സ് മൂവ് ഫോർവേഡ്. നമുക്ക് അടുത്ത സെറ്റ് ഓഫ് വേർഡ്സ് നോക്കാം. മാറിയ, MAR, പാസ്റ്റ് ടെൻസ് വരുമ്പോൾ MARRED വരും. മാറി ചെയ്യാന്ന് പറഞ്ഞാൽ സ്പോയിൽ ചെയ്യുക, റൂയിൻ ചെയ്യുക, നശിപ്പിക്കുക, ഇമ്പയർ ചെയ്യുക, ഡിസ്ഫിഗർ ചെയ്യുക, അതുപോലെ തന്നെ എന്താ പറയുക, ഡാമേജ് ചെയ്യുക, റെക്ക് ചെയ്യുക എന്നൊക്കെയാണ് നമ്മുടെ എന്താ അർത്ഥം, മാറിയ എന്ന വാക്കിൻ്റെ അർത്ഥം. പഠിച്ചിട്ടുണ്ട്, പുതിയ വാക്കൊന്നുമില്ല. മാറിയ, ഇമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ എൻ്റെ ഓപ്പോസിറ്റ് വരും റിപ്പയർ എന്ന് വരില്ലേ, ആ സാധനം. അടുത്ത റിഡൻഡൻ്റ് ആണ്. സംതിങ് ഇസ് റിഡൻഡൻ്റ്, വേണ്ട ഒരു ആവശ്യമില്ല, അൺനെസസറി ആണ്, അനാവശ്യമായ ഒരു കാര്യത്തിനാണ് റിഡൻഡൻ്റ് എന്ന് പറയുക. റിഡൻഡൻ്റ് ഫ്രേസ് എന്നൊക്കെ പറയും. ഈ വേർഡിൻ്റെ കൂടെ മറ്റൊരു വേർഡിൻ്റെ ആവശ്യമില്ല, ഈ വേർഡ് ഓൾറെഡി അതിൻ്റെ മീനിങ് തരുന്നുണ്ട്. പിന്നെ വീണ്ടും നമ്മളൊരു വേർഡോട് കൊടുത്താൽ അത് സൂപ്പർഫ്ലൂസ് ആവും, അനാവശ്യമാവും, എക്സാജുറേറ്റഡ് ആവും അല്ലേ, എക്സാജുറേറ്റഡ് ആവും,
സൂപ്പർഫ്ലൂസ് ആവും, സർപ്ലസ് ആവും, അൺനെസസറി ആവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റിഡൻഡന്റ് എന്ന്. അഡ്ജക്റ്റീവ് ആണ് റിഡൻഡന്റ്, ഓർത്ത് വെച്ചോണം. അൺനെസസറി, സൂപ്പർഫ്ലൂസ്, ഇൻഎസെൻഷ്യൽ, സർപ്ലസ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന, എക്സാജുറേറ്റഡ് എന്നൊക്കെ പറയുന്നതാണ് റിഡൻഡന്റ് എന്ന വാക്കിന്റെ അർത്ഥം. അടുത്തത് ആക്രിമോണിയസ്. ആക്രിമോണിയസ് നൗൺ നിങ്ങൾ കേട്ട് പരിചയമുണ്ട് കേട്ടോ. ആക്രിമോണി എന്ന് പറഞ്ഞാൽ വഴക്ക്, ദേഷ്യം. എൻ്റെ അമ്മോ, ആക്രിമണി. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് ദ ആക്രിമണി ബിറ്റ്വീൻ ദം. എനിക്ക് മനസ്സിലാവുന്നില്ല അവർ തമ്മിലുള്ള വഴക്ക് എന്ന് പറയില്ലേ, അതിനാണ് ആക്രിമണി എന്ന് പറയാം. വഴക്ക്, ആൻഡ് വിദ്വേഷം, ആൻഡ് ആങ്കർ, ബിറ്റർനെസ്, അതിനാണ് ഇൻഡിഗ്മെന്റിനൊക്കെയാണ് ആക്രിമണി എന്ന് പറയാം. ആക്രിമോണിയസ് അഡ്ജക്റ്റീവ് ആണ്. സെറിമണി, സെറിമോണിയസ് പറയുന്നുള്ളൂ. സെറിമണി എന്ന് പറഞ്ഞാൽ ആ ഒക്കേഷനാണ്, ആ ഒരു ഒക്കേഷണൽ സെറിമോണി. സെറിമോണിയസ് എന്ന് പറഞ്ഞാൽ ആ ഒരു അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ. സെയിം വേ ആണ് ആക്രിമണി നൗൺ, ആക്രിമോണിയസ് അഡ്ജക്റ്റീവ്. ആംഗ്രി, ബിറ്റർ, റാങ്കറസ്, കോസ്റ്റിക്, ഭയങ്കര ദേഷ്യമുള്ള, ഭയങ്കര നമുക്ക് താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ആക്രിമോണിയസ് എന്ന് പറയാം. ആക്രിമോണിയസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പേഴ്സൺസ് എന്ന് പറയുന്ന സാധനം. അടുത്ത ഫോമിഡബിൾ നോക്കണേ. ഫോമിഡബിൾ. ഫോമിഡബിൾ എന്ന് പറഞ്ഞാൽ പേടിപ്പെടുത്തുന്ന, ഇന്റിമിഡേറ്റിംഗ്, ഫോബിഡിങ്, ഡോണ്ടിങ്, നമ്മളെ വല്ലാണ്ട് അഫക്റ്റ് ചെയ്യിപ്പിക്കുന്ന, നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യുന്ന, ഭയങ്കര പേടിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ ഫോമിഡബിൾ ആണെന്ന് നമുക്ക് പറയാം. ഫോമിഡബിൾ കേട്ടോ. അതായത് ഫോബിഡിങ് ആണ്, ഇന്റിമിഡേറ്റിംഗ് ആണ്, ഡോണ്ടിങ് ആണ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഫോമിഡബിൾ എന്ന വാക്കിന്. ഓർത്ത് വെച്ചോണേ. ഓക്കെ. Deflection from your dream will create regret in future. Regret in the future. Regret in future correct ആണ്. Sometimes in the വേണ്ടെന്ന് പറയുന്നത് ഏതാണ്? In the right trajectory. in the right trajectory പറഞ്ഞാലും കറക്റ്റ് ആണ്. വെറും in right trajectory പറഞ്ഞാലും കറക്റ്റ് ആട്ടോ വരും. Sometimes adverse situations reflect our studies. Yes. The adverse climatic condition paved the way for deteriorating the yields in agriculture sector. All right. Your motivation is elevating us day by day. All right. That's great. You want to critique all the areas of study. All right. ആ സ്റ്റഡി എന്ന് പറഞ്ഞാൽ റിസർച്ച് എന്നർത്ഥം. പഠനം എന്നർത്ഥമാണ് സ്റ്റഡീസ്. അത് പ്ലൂറൽ നൗൺ ആണ്. പഠനം എന്നർത്ഥം വരുന്ന വാക്ക് ഇസ് പ്ലൂറൽ നൗൺ. അല്ലാത്ത സ്റ്റഡീസ് റിസർച്ച് ആണ്. ദ സ്റ്റഡി ഓഫ്, സയന്റിഫിക് സ്റ്റഡി ഓഫ് ഇന്നത് എന്നൊക്കെ പറയില്ലേ, അത് കേവ്സ് ഒക്കെ പറയും. വെദർ ഇസ് അഡ്വേഴ്സ് ടുഡേ വി കാണ്ട് ഗോ ഫോർ എ മൂവി. ഇന്നും സിനിമയ്ക്ക് പോക്ക് നടക്കില്ല അല്ലേ. Our friend can improve you and mar you. Yeah, of course. One friend can improve. ശരിയാ, ഒന്ന് മതി അല്ലേ, നല്ല രീതിയിലാക്കാനും ചീത്തയാക്കാനും. She bought clothes redundantly. ഓക്കെ, അനാവശ്യമായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, മേടിക്കണ്ട. Get away from the acrimonious relationship with him. It's toxic. Yeah, that's it. Great. They are dealing with redundant talk. Okay, that's fine. We could see the marring of public properties in Hartal days. All right. Yeah. Marring of properties, അല്ലെ, സ്പോയിൽ ചെയ്യുന്നത് കാണാൻ പറ്റും. ഡിസ്ട്രക്ഷൻ ഓഫ് പ്രോപ്പർട്ടി. അത് നമ്മൾ വിളിക്കും വാൻഡലിസം. പബ്ലിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിനെ നമ്മൾ നശിപ്പിക്കുന്നതിനെ വൺ വേർഡ് വിളിക്കുന്നുണ്ട്, വാൻഡലിസം അല്ലേ. അൺറൂളി തിങ് ഓഫ് എ സ്റ്റുഡൻറ് ക്യാൻ മാർ ദ ഗ്ലീമി നേച്ചർ ഓഫ് ലെക്ചറർ. ഈസ് ഇറ്റ് ട്രൂ? പറ്റുമായിരിക്കും, ഓഫ് കോഴ്സ് അല്ലേ. ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ തകർന്ന അവസ്ഥ അല്ലേ. ഹിസ് ആക്രിമോണിയസ് ആൻഡ് ഫോമിഡബിൾ ബിഹേവിയർ മാർഡ് ദ പീസ്ഫുൾ മില്യ ആൻഡ് thereby it created redundant chaos in the minds of many. Arthi, good morning. She marred the food by her cooking and made it insipid. That's great. നമുക്ക് അടുത്ത ആർട്ടിക്കിളോട്ടൊക്കെ പോയാലോ? സമയമായി. ഇറ്റ്സ് ടൈം പീപ്പിൾ, ലെറ്റ്സ് മൂവ് ടു ദി ആർട്ടിക്കിൾ. അപ്പോൾ മനസ്സിലായെങ്കിൽ എല്ലാവരും ഒരു തംസപ്പ് ഇട്ടോളൂ. അതുപോലെ തന്നെ ഈ വേർഡ്സ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ, നിങ്ങൾക്ക് ക്ലിയർ ആയി കിട്ടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇട് പിള്ളേരെ. ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട്. എന്താണ് പിള്ളേരെ, ജാടയാണോ? ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. സംടൈംസ് ഇറ്റ്സ് വെരി ആക്രിമോണിയസ് ടുവേർഡ്സ് മൈ ഹസ്ബൻഡ്. ഇറ്റ് ഇസ്, ഐ എം വെരി ആക്രിമോണിയസ് അല്ലേ. ഭയങ്കര ദേഷ്യ. അതെന്താണ്? എന്താണെന്നല്ല, പുള്ളിയുടെ മോൻ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുന്നത്, ചിലരെ കാണുമ്പോൾ നമുക്ക് അജിഷ്യം വരുന്നത്. Everyone critiques you in the adverse situation, but you have to elevate yourself. That's great. Can you delete the obsolete files? That's great. അപ്പോൾ ചില സമയം നമ്മൾ അങ്ങനെയല്ലേ, നമ്മുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ചില സമയം നമ്മൾ എന്ത് ചെയ്യുന്നറിയോ, നമുക്ക് ഇഷ്ടമുള്ളവരുടെ അടുത്തത് ഇടും. ഞാൻ എപ്പോഴും നമ്മുടെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ്, നമ്മൾ ഏറ്റവും ക്ലോസ് ആയ ആൾക്കാരുടെ അടുത്ത് നമ്മൾ എല്ലാ നെഗറ്റീവ് എനർജി കൂടെ കൊടുക്കുക. ഭയങ്കരമായിട്ട് അങ്ങനെ നെഗറ്റീവ് എഫക്റ്റ് ചെയ്തു അവരങ്ങനെ നെഗറ്റീവ് ആക്കി കളയും. അത് ഭയങ്കര മോശമാണ്, നമ്മുടെ ബിഹേവിയറിൽ ഭയങ്കര മോശമായ കാര്യം. വി ഹാവ് ടു ബി വെരി മച്ച് കോൺഷ്യസ് അബൌട്ട് ദാറ്റ്. ഇല്ലെങ്കിൽ നമുക്കത് അവരെ നഷ്ടപ്പെടും, ഉറപ്പാണ്. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഭയങ്കരമായിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആൾക്കാരായിരിക്കും, പക്ഷേ ഭയങ്കര ഗ്യാപ്പ് ഫീൽ ചെയ്യും. ആ ആൾക്കാർ തമ്മിൽ ഭയങ്കര ഗ്യാപ്പ്, എന്താ പറയുക, അകലം തോന്നിക്കും. അച്ഛനും അമ്മയും തമ്മിലാകാം, അച്ഛനും മക്കളും തമ്മിലാവാം അല്ലേ, അമ്മയും മക്കളും തമ്മിൽ അങ്ങനെയൊക്കെ. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇമോഷണൽ ഗ്രോത്ത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എല്ലാ ഫിസിക്കൽ ഗ്രോത്തിനൊപ്പം ഇമോഷണൽ ഗ്രോത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആ ഇമോഷണൽ ഗ്രോത്ത് നമ്മൾ സ്ട്രോങ് ആക്കാം. അപ്പോഴാണ് നമുക്ക് സ്റ്റഡീസിൽ ഡീവിയേറ്റ് ചെയ്ത് പോകാതെ നമ്മൾ നമ്മുടെ എയിമിലോട്ട് എത്താൻ പറ്റും. ഈ ഇമോഷണൽ ഒരു എന്താ പറയുക,
സ്ട്രെങ്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇമോഷണൽ കോഷ്യൻ്റ് പറയില്ലേ, അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇമോഷണൽ ഗ്രോത്ത് നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഉണ്ടോ, നമ്മൾ ഇമോഷണൽ ഗ്രോത്തിന് ഒട്ടും ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. ഒരാൾക്ക് ഇമോഷണലി ഡൗൺ ആണെങ്കിൽ പിന്നെ നിനക്ക് മാത്രമേ പ്രശ്നമുള്ളൂ, എനിക്കും പ്രശ്നമുണ്ട് അങ്ങനെ പറയും. അങ്ങനെയല്ല നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്. അവന് പ്രശ്നം ഉണ്ടെങ്കിൽ അവൻ്റെ വലിയ പ്രശ്നമായിരിക്കും, അവൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ അവൻ്റെ വലിയ പ്രശ്നമായിരിക്കും. സോ നമുക്ക് വേറെ ഒന്നും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റില്ലെങ്കിലും കുഴപ്പമില്ല, അവരെ ക്രിട്ടിസൈസ് ചെയ്യാതിരിക്കുക. ലെറ്റ് ഇറ്റ് ബി, ലെറ്റ് ദം, അവരുടെ കൂടെ നിന്ന് കൊടുക്കുക, സപ്പോർട്ട് നിന്ന് കൊടുക്കുക. അവിടെയാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. ദാറ്റ് ഈസ് വെരി മച്ച് ഇമ്പോർട്ടൻറ്റ് അല്ലേ. അപ്പോൾ അവനവൻ്റെ ഇമോഷണൽ ഗ്രോത്ത് നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാൻ മറ്റുള്ളവർക്ക്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ മിസ്സിംഗ് നമ്പേഴ്സ്. നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാം. മിസ്സിംഗ് നമ്പേഴ്സ്. എ ന്യൂ റിവ്യൂ പാനൽ ഇസ് ഗുഡ്, നല്ലതാണ്. ബട്ട് ദ സെൻറ്റർ മസ്റ്റ് ട്രസ്റ്റ് ഇറ്റ്സ് ഓൺ ഡേറ്റ. പുതിയൊരു റിവ്യൂ പാനൽ കൊണ്ടുവരുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ചർച്ചയുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു കാര്യമാണ്. ഓക്കെ, പുതിയ റിവ്യൂ പാനൽ വരട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ സെൻറ്റർ എന്ത് ചെയ്യണം, സെൻറ്ററിന് തന്നെ ഡേറ്റയെ ട്രസ്റ്റ് ചെയ്യണം. സെൻറ്ററായിട്ട് ഒരുപാട് മിഷൻ ഒക്കെ തുടങ്ങിയിട്ട് അത് ചെയ്തിട്ട് അതിന് വിശ്വാസമില്ലാതെ വേറെ റിവ്യൂ പാനലിനെ കൊണ്ടുവരുമ്പോൾ അത് നമ്മുടെ സെൻറ്ററിൻ്റെ ചോദ്യം ചെയ്യുന്നൊരു പരിപാടി ആവില്ലേ. അപ്പം അത് വേണോ എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ലെറ്റ്സ് ഗിവ് ഇറ്റ് എ റീഡ്. നോക്കാം. The Ministry of Statistics and Program Implementation have formed a new standing committee on statistics. അപ്പോൾ നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ മിനിസ്ട്രി ഒരു പുതിയൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അതായത് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൊണ്ടുവന്നിട്ടുണ്ട്. SCOS, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു പുതിയൊരു പാനൽ കൊണ്ടുവന്നിട്ടുണ്ട് ടു അഡ്വൈസ് നോക്കണേ, വെർബ് നോക്കിയേ, ADVISC ആണ് അഡ്വൈസ്. ശ്രദ്ധിച്ചോണേ, സി വന്ന നൗണ, അഡ്വൈസ് സി വന്ന നൗൺ നമ്മൾ പഠിച്ചിട്ടുണ്ടേ. അഡ്വൈസ് സി വന്ന noun ആണ്, SC വന്ന verb ആണ്. To advise on official data including the household surveys carried out by the National Sample Survey Office. NSSO, National Sample Survey Office നടത്തുന്ന സർവേയിൽ പോലുമുള്ള ഹൗസ് ഹോൾഡ് സർവേ ആണ് കേട്ടോ. അതിൽ പോലും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് NSSO നടത്തുന്ന സർവേയിലെ പോലും കാര്യങ്ങൾ ഒഫീഷ്യൽ ഡേറ്റയെ ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി പുതിയൊരു കമ്മിറ്റി, പുതിയൊരു റിവ്യൂ പാനൽ കൊണ്ടുവന്നേക്കുവാണ്. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ്. ഓക്കെ, ഹെഡഡ് ബൈ ഇന്ത്യസ് ഫസ്റ്റ് ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ. ഇന്ത്യയുടെ ആദ്യത്തെ സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ ഒരു മാർക്ക് കിട്ടും കേട്ടോ. ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പ്രണബ് സെൻ ആണ് നമ്മുടെ ഇന്ത്യയുടെ ആദ്യത്തെ ഫസ്റ്റ് ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ. ഇന്ത്യയുടെ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ആരാന്ന് ചോദിച്ചാൽ എടുത്തു പറഞ്ഞോണം, അത് പ്രണബ് സെൻ ആണ്. The SCOs replaces a similar panel set up in December 2019. ഇതേപോലെ ഒരെണ്ണം തുടങ്ങിയിരുന്നു ഡിസംബർ 2019. ഇതുപോലെ ഒരു പാനൽ സെറ്റപ്പ് ചെയ്തായിരുന്നു ടു അഡ്വൈസ് ഓൺ ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മുടെ ഇക്കണോമിക് സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി, ഡേറ്റയെ പറ്റി ഒന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അഡ്വൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇതുപോലത്തെ റിവ്യൂ പാനൽ നമ്മൾ ഡിസംബർ 2019 സെറ്റപ്പ് ചെയ്തിരുന്നു കേട്ടോ. വൈൽ മിസ്റ്റർ സെൻ ഓൾസോ ഹെഡഡ് ദ ഇൻകംബന്റ് പാനൽ. ഇപ്പോഴത്തെ കറണ്ട് പാനലും ആരാണ്, പുള്ളിയാണ് ഹെഡ് ചെയ്തത്, അതും പുള്ളിയാണ്. The SCOs formed now has a COS formed now has a broader mandate to help design surveys for all types of data. കുറച്ചുകൂടെ ഒരു ബ്രോഡർ ഇൻസ്ട്രക്ഷൻ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഇതിനും കുറച്ചുകൂടെ വ്യത്യാസം ഉണ്ട്. എന്താ വെച്ചാൽ എന്തൊക്കെ സർവേ നമ്മൾ നടത്തിയാലും അതിലെ ഓൾ ടൈപ്പ് ഓഫ് ഡേറ്റ ഇവർ അനലൈസ് ചെയ്തോണോ, ഐഡന്റിഫൈ ഡേറ്റ ഗ്യാപ്സ്, ഡേറ്റ തമ്മിലുള്ള ഗ്യാപ്പുകളെ പറ്റി അനലൈസ് ചെയ്യണം. ആൻഡ് ദാറ്റ് മസ്റ്റ് ബി പ്ലഗ്ഡ്, അതിനെ പ്ലഗ് ചെയ്യാൻ അതിനൊന്ന് സെറ്റ് ചെയ്ത് പോകണം. പിന്നെ കണ്ടക്ട് പൈലറ്റ് സർവേസ് ഫോർ ന്യൂ ഡേറ്റ സെറ്റ്സ്. പുതിയ ഡേറ്റ സെറ്റ്സിന് വേണ്ടിയിട്ടുള്ള പുതിയ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, പൈലറ്റ് എന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. അപ്പോൾ പൈലറ്റ് സർവീസ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് സർവീസ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മേജർ ആയിട്ടുള്ള സർവീസ് ഒക്കെ കണ്ടക്ട് ചെയ്യുന്നവരായിരിക്കും പുതിയ ഡേറ്റ സെറ്റ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. ഓക്കെ, with 14 members as new panelists also leaner and more likely to deliver quality guidance. ആള് കൂടിയാൽ പാമ്പ് ചാവില്ല, നമുക്കറിയാം അല്ലേ. അതുകൊണ്ട് തന്നെ ഇത്തവണ 14 മെമ്പേഴ്സ് വെച്ചിട്ടാണ് കേട്ടോ നമ്മുടെ സർവേ ഈ ഒരു പാനലിൽ 14 ആൾക്കാരെ കൂടിയിട്ടുള്ളൂ. അതുകൊണ്ട് എന്താണ്, കുറച്ചുകൂടെ എളുപ്പമായി, പരിപാടികൾ എളുപ്പമാണ്. പുതിയ പാനൽ കുറച്ചുകൂടെ ലീനർ ആണ്, കുറച്ചുകൂടെ മെലിഞ്ഞതാണ്, അധികം ഇല്ല, ആൾക്കാരില്ല. ആൻഡ് അതുകൊണ്ട് നമുക്ക് ആൾ കൂടിയ ക്വാളിറ്റി കൂടുന്നു പറയും. ക്വാളിറ്റി ഗൈഡൻസ്, ടു ഡെലിവർ ക്വാളിറ്റി ഗൈഡൻസ്. ആൾക്കാർ കുറവാണ്, ആൾക്കാർ കൂടിയാൽ പാമ്പ് ചാവില്ല, ആൾക്കാർ കുറഞ്ഞാൽ പാമ്പ് ചാവും, അതിൽ ഫോക്കസ് ചെയ്യാൻ പറ്റും. സോ 14 മെമ്പേഴ്സേ ഉള്ളൂ, ക്വാളിറ്റി ഗൈഡൻസ് കിട്ടുമെന്നാണ് പ്രതീക്ഷ. The 28-member economic data review panel may have found it tougher to establish a coherent consensus. ഒരു പക്ഷേ നമ്മളെ നേരത്തെ പറഞ്ഞ പോലെ ഇനി ഒരു പക്ഷേ നമുക്ക് കൂടുതൽ 28 മെമ്പേഴ്സ് ഉള്ള ആൾക്കാരുടെ ഒരു പാനൽ ആയിരുന്നെങ്കിൽ ഒരു പക്ഷേ
എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ലായിരിക്കാം അല്ലേ, ടഫർ ആയിരുന്നാക്കാം ഈ കോഹറൻ്റ് ആയിട്ടുള്ള ഇത് കിട്ടാൻ വേണ്ടി കുറച്ചുകൂടെ ലോജിക്കൽ ആയിട്ടുള്ളൊരു റാഷണൽ ആയിട്ടുള്ളൊരു ഇതിലോട്ട് എഗ്രിമെൻറ്റിലോട്ട് എത്താൻ ചിലപ്പോൾ 28 മെമ്പേഴ്സ് ഉണ്ടായിരുന്ന പറ്റില്ല, അതുകൊണ്ട് അതിൻ്റെ പകുതി കൊണ്ടുവന്നിട്ടുള്ളൂ 14 മെമ്പറിൻ്റെ ഒരു കമ്മിറ്റിയാണ് തവണ രൂപീകരിച്ചേക്കുന്നത്. വൺ ഓഫ് ദ ന്യൂ പാനൽസ് ഫസ്റ്റ് ടാസ്ക് വിൽ ലൈക്ലി പെർട്ടൈൻ ടു ദ റിസൾട്ട്സ് ഓഫ് ദ ഹൗസ് ഹോൾഡ് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ സർവേ. അപ്പം ഇത്തവണത്തെ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആദ്യത്തെ ഒരു വെഞ്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അതെന്തിനെ അഫക്ട് ചെയ്യുന്നതായിരിക്കും, അത് ഇൻവോൾവ് ചെയ്യുന്നതായിരിക്കും ഹൗസ് ഹോൾഡ് കൺസംഷൻ ഉണ്ടല്ലോ, എക്സ്പെൻഡിച്ചർ കൺസംഷൻ എക്സ്പെൻഡിച്ചറിന് കൂടെ ഒരു അല്ലേ, എത്ര കൺസംഷൻ നമുക്കുണ്ട് അതനുസരിച്ച് എത്ര എക്സ്പെൻഡിച്ചർ നമ്മുടെ ഇത് വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യമില്ലേ, HCES അതിൻ്റെ ആയിരിക്കും ആദ്യത്തെവരുടെ ഇൻവോൾവ് ചെയ്യാൻ പോരുന്ന ആദ്യത്തെ സർവേ അതായിരിക്കും. ബൈ ദ NSSO, അതും NSSO തന്നെയാണ്, നാഷണൽ ഇതിൻ്റെ തന്നെയാണ്. അപ്പം ഓവർ ദ പാസ്റ്റ് ഇയർ ആൻഡ് ഇറ്റ് മസ്റ്റ് സെൻസിറ്റൈസ് യൂസേഴ്സ് ഓൺ മെത്തേഡ്സ് ഡിപ്ലോയിഡ്, ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നതെന്നാണ്, ആൻഡ് ഇന്റർപ്രിട്ടേഷണൽ നുവാൻസസ് ദേ നെസസിറ്റേറ്റ്. അപ്പോൾ ഇതിലെന്തായിരിക്കും പറയുന്നതയോ, ഇത്തവണ യൂസേഴ്സിലോട്ട് ഈ സർവേ നടത്തുമ്പോൾ യൂസേഴ്സിലോട്ട് എത്തിക്കുന്ന കാര്യം എന്താ വെച്ചാൽ ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നും ഇംപ്ലിമെന്റ് ചെയ്യുന്ന മെത്തേഡ്സിനെ പറ്റിയും അതുപോലെ തന്നെ എന്തൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് ഇന്റർപ്രിട്ടേഷൻസിൽ വരുത്തുന്നത് എന്നുപോലെ അത് ആൾക്കാരിലോട്ട് സെൻസിറ്റൈസ് എത്തി കൊടുക്കുക, മേക്ക് ദം അവെയർ അബൌട്ട് ഇറ്റ്, മേക്ക് ദം ഫെമിലിയർ വിത്ത് ദാറ്റ് എന്നുള്ളതാണ്, അതൊരു പ്രോബ്ലം ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ എത്തിക്കുക, യൂസേഴ്സിലോട്ട് എത്തിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇത്തവണ എൻ്റെ ഇതിൽ പറയുന്നുണ്ട്. അടുത്ത പാരഗ്രാഫിലോട്ട് നോക്കാം. ദ HCES അതായത് ഹൗസ് ഹോൾഡ് കൺസംപ്ഷൻ എക്സ്പെൻഡിച്ചർ സർവേ ഇസ് ക്രിട്ടിക്കൽ നോട്ട് ഓൺലി ടു സർട്ടൻ പീപ്പിൾസ് ലിവിംഗ് സ്റ്റാൻഡേർഡ്സ് ഓവർ ടൈം ബട്ട് ഓൾസോ ദ കീ ടു റിവൈസിങ് ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ്. ഇത് കീ ടു എന്ന് പറയുന്നത് ഒരു ഫ്രേസ് ആണ് കേട്ടോ, അതുകൊണ്ടാണ് അതിനുശേഷം ജെറണ്ട് വന്നേക്കുന്നത്. ദ കീ ടു റിവൈസിങ് ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് സച്ച് ആസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആൻഡ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അപ്പോൾ ഇത്തവണ ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ ഈ പറയുന്ന ഇത് ഭയങ്കര ക്രിട്ടിക്കൽ ആയിട്ടൊരു കാര്യമായിട്ടാണ് പറയുന്നത്, കാരണം ആൾക്കാർക്ക് ഉറപ്പ് വരുത്തുന്നു ആൾക്കാരുടെ ലിവിങ് സ്റ്റാൻഡേർഡിനെ പറ്റി. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യും, നമ്മൾ ഏറ്റവും ഇതായിട്ട് ഇക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് വരുന്ന കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്താണെന്നും അതുപോലെ തന്നെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് GDP എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ ഉള്ളത് കറക്റ്റായിട്ട് ആൾക്കാരിലോട്ട് എത്തണം. അതിനെപ്പറ്റി ആൾക്കാരിലോട്ട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്ന സംഭവം കൊണ്ടുവന്നത്. ദാറ്റ് ഈസ് യൂസ് ടു മെഷർ ദ ഇക്കണോമീസ് ഔട്ട്പുട്ട്. നമ്മുടെ എക്കണോമിയുടെ ഔട്ട്പുട്ടിനെ ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ എവിടെയാണ് നമുക്ക് പോരായ്മ അല്ലേ, പോളിസി മേക്കേഴ്സ് അതിനെപ്പറ്റി നോക്കണം എന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതിന് വേണ്ടിയുള്ളൊരു പുതിയ വെഞ്ചർ ആയിട്ടാണ് ഇതിനെ കാണുന്നത്. ദ ലാസ്റ്റ് സർവേ വിത്ത് അനദർ ക്വെനിയൽ എംപ്ലോയ്മെന്റ് സർവേ, അടുത്തൊരു ലാസ്റ്റ് സർവേ, കഴിഞ്ഞ സർവേ എന്ന് പറയുമ്പോൾ 5 വർഷത്തിലുള്ള എംപ്ലോയ്മെന്റ് സർവേ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള വാസ് കണ്ടക്റ്റഡ് ഇൻ 2017-18. 2017-18 കാലഘട്ടത്തിൽ ആണ് ലാസ്റ്റ് എംപ്ലോയ്മെന്റ് സർവേ നടത്തിയത് കേട്ടോ. അപ്പോൾ ബട്ട് ദ ഗവൺമെന്റ് ഹാഡ് ഓപ്റ്റഡ് ടു ജങ്ക്. അപ്പോൾ ഗവൺമെന്റ് എന്ത് ചൂസ് ചെയ്യുന്ന കാര്യം എന്താണ്, ചൂസ് ചെയ്യുക ടു ജങ്ക് ദ ഫൈൻഡിങ്സ് ഇൻ നവംബർ 2019. അതിനെ ഒഴിവാക്കുക, ജങ്ക് ചെയ്യാനായിട്ട് ഒഴിവാക്കുക, നൈസായിട്ട് അതിനെ ഒഴിവാക്കി 2019 എപ്പോഴേക്കും. സൈറ്റിംഗ് ഡേറ്റ ക്വാളിറ്റി ഇഷ്യൂസ്, അതിൽ കുറച്ച് ക്വാളിറ്റി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് അത് നമ്മൾ വേണ്ടാന്ന് വെച്ചു എന്ന് പറഞ്ഞ് 2019 നവംബർ ആയപ്പോൾ അതിനങ്ങ് ജങ്ക് ഫയലായിട്ടൊന്നും കളഞ്ഞു. കാരണം ഒരുപാട് ഡേറ്റ ക്വാളിറ്റി ഇഷ്യൂസ് ഇതിനൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പറയുന്ന കണ്ടക്ട് ചെയ്ത സർവേയുടെ ഇൻപുട്ടിനെ നമ്മൾ ഔട്ട്പുട്ടിനെ വേണ്ട വെച്ചു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ. ദെൻ ടോപ്പ് ഗവൺമെന്റ് മാൻഡറിൻസ് എന്ന് പറയുമ്പോൾ ഹയർ ഒഫീഷ്യൽസ് കേട്ടോ, ടോപ്പ് സൂപ്പർ ഒഫീഷ്യൽസ്, ഹയർ ഓഫീസ് ഹോൾഡേഴ്സിനാണ് മാൻഡറിൻസ് വിളിക്കുക. സാധാരണ മാൻഡറിൻ എന്ന് പറയുന്ന ലാംഗ്വേജാണ്, ചൈനീസ് ലാംഗ്വേജിനാണ് നമ്മൾ പറയുന്നത് മാൻഡറിൻ എന്ന് പറയുന്നത്. അല്ലാതെ മാൻഡറിൻ എന്ന വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കൊളോക്കിയൽ സ്റ്റൈൽ ഓഫ് സെയിങ് ആണ് ഹയർ ഒഫീഷ്യൽസ് എന്നുള്ളത്. സോ ടു ഡിസ്ക്രെഡിറ്റ് ദ ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെഷീനറീസ് മെത്തേഡ്സ് ടു dispute reports and NSSO's consumption and employment service reflected elevated economic distress in households. അപ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഗവൺമെന്റ് വലിയ ഹൈ ക്ലാസ് ഓഫീസേഴ്സ് പറയുന്നതെന്നറിയോ, അവർ പറയാണ് ഇവരെന്ത് ചെയ്തു എന്ന് പറയുന്നത്, അവർ ഡിസോണർ ചെയ്തു, അതായത് ഡിസോണർ ചെയ്തു എന്ന് പറയുന്നു. അതായത് അവർ കേടുവരുത്തി, നമ്മുടെ റെപ്യൂട്ടേഷന് കേടുവരുത്തി. എന്തിന് കേടുവരുത്തി, ഒഫീഷ്യൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മിനിസ്ട്രിയുടെ മെത്തേഡ്സിന് ഒരു എന്താ പറയുക പേര് മോശമാക്കി. എന്തിനാണ്, റിപ്പോർട്ട്സിനെ ഡിസ്പ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് NSSOന്റെ കൺസംപ്ഷൻ എംപ്ലോയ്മെന്റ് സർവേ ഒക്കെ ഉണ്ടല്ലേ, അതൊരു ശരിക്കും അത് എന്തിനു വേണ്ടി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഇക്കണോമിക് ഡിസ്ട്രസ്സിൽ നമ്മളെ എലിവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ അപ്ഹോൾഡ് ചെയ്യുക, നമ്മൾ അതൊക്കെ മറികടന്ന് നമ്മൾ മുകളിലോട്ട് എത്തണം, എക്കണോമി മുകളിലോട്ട് എത്തണം. അതിന് വേണ്ടിയല്ലേ ഈ ഒരു സർവേ ഒക്കെ കൊണ്ടുവന്നത്. അതിന്റെ പേദോഷം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നത്. നമ്മൾ ഭയങ്കര ടോപ്പ് ഗവൺമെന്റ് ഓഫീസേഴ്സിനെ പറ്റി ഭയങ്കര കംപ്ലയിൻസും കാര്യങ്ങളും ഒക്കെ ക്രിട്ടിക്സ് ഒക്കെ നടക്കുന്നുണ്ട്. നൗ members of the Economic Advisory Council to the Prime Minister have revived such critiques. ഇങ്ങനത്തെ അനാലിസിസ് ഒക്കെ ഇവരിലോട്ട് എത്തുന്നു, പ്രൈം മിനിസ്റ്ററിലോട്ട് എത്തുന്നു. Perhaps as a preemptive mode to deflect from any adverse outcomes that the latest HCS may throw up. അപ്പോൾ ഈ ഒരു ക്രിട്ടിക്സ് ഒക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നത് എന്ത് വേണ്ടിയിട്ടായിരിക്കാം,
ഈ പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രിവെൻറ്റീവ് മെത്തേഡ് ഉണ്ട്. ആ പ്രിവെൻറ്റീവ് മൂവ് ആയിട്ട് തന്നെ കണ്ടാൽ മതി. വേണ്ടാത്ത കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ നൈസായിട്ട് അവോയ്ഡ് ചെയ്യണം. ബിക്കോസ് ഇത് ഡിഫ്ലക്ട് ചെയ്ത് കളയണം. അത് ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ അഡ്വേഴ്സ് എഫക്ട്സിൽ നിന്നൊക്കെ നമ്മളെ ഡിവീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതാണ് ലേറ്റസ്റ്റ് HCES നമ്മളോട് ഹൗസ് ഹോൾഡ് സർവേ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എത്തിക്കുന്നത്. അതിലോട്ട് നമ്മൾ റേസ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് എന്താ പറയുക ഔട്ട്കംസ്, അഡ്വേഴ്സ് ഔട്ട്കംസ് ഇതായിരിക്കും. അതായത് നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്ന അല്ലെ, ത്രോ അപ്പ് ചെയ്യുന്ന അഡ്രസ്സ് ചെയ്യപ്പെടുന്ന റേസ് ചെയ്യപ്പെടുന്ന കുറേ ഔട്ട്കംസ് എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിബേറ്റ് ചെയ്ത് കളയാൻ വേണ്ടിയൊക്കെ ആയിട്ടാണ് ഈ ഒരു കാര്യം വരുന്നതെന്നൊക്കെയാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇഫ് ഇറ്റ്സ് റിസൾട്ട്സ് ആർ പബ്ലിഷ്ഡ്. അതായത് നമ്മൾ ഓർക്കണം, ഇവരുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്താലാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ളിലോട്ട് വരാൻ പറ്റുള്ളൂ. ക്രിട്ടിക് ആയിട്ട് പ്രിവെന്റീവ് മെത്തേഡൊക്കെ ആയിട്ട് വരുത്താൻ പറ്റുള്ളൂ. Data from 2017-18 survey released by Maharashtra indicates that household spending power and access to amenities had improved since 2011-12. മഹാരാഷ്ട്രയിൽ നിന്നുള്ള സർവേ എടുത്തു. 2017-19 കാലഘട്ടത്തിലെ സർവേ എടുത്ത് നോക്കി മഹാരാഷ്ട്രയുടെ ഒരു ഇത് കണക്കെടുത്ത് നോക്കിയപ്പോൾ അവിടെ പറയുന്ന ഇതാണ്: ഹൗസ് ഹോൾഡ് സ്പെൻഡിങ് കൂടിയിട്ടുണ്ട്, ആൾക്കാരുടെ സ്പെൻഡിങ് പവർ ഇച്ചിരി കൂടിയിട്ടുണ്ട്. ആൻഡ് മാത്രമല്ല, ആൾക്കാരുടെ പണ്ടത്തെ പോലെയല്ല, കുറച്ചുകൂടെ അമെനിറ്റീസ് ഒക്കെ ഇപ്പോൾ കൂടുതലായിട്ട് ആൾക്കാരിലോട്ട് എന്താ പറയുക ഇംപ്രവൈസ് ചെയ്ത് എത്തുന്നുണ്ട്, ആൾക്കാരിലോട്ട് എത്താൻ പറ്റുന്നുണ്ട് അല്ലെ. അതായത് 2011-12 കാലഘട്ടത്തിൽ മുതൽ ആ ഒരു കാലഘട്ടം മുതൽ ഇത് മുതൽ നല്ല മാറ്റമുണ്ട് ആൾക്കാരിലോട്ട് സ്പെൻഡിങ് പവർ. അതായത് പൈസ ഉണ്ടോ കയ്യിൽ, അതുകൊണ്ട് പൈസ സ്പെൻഡ് ചെയ്യാനുള്ള പവർ കൂടിയിട്ടുണ്ട്. അമ്യൂണിറ്റീസ് ഒക്കെ റിക്വയർ ചെയ്യാൻ അവർക്ക് പറ്റുന്നുണ്ട്, ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡെസ്പൈറ്റ് ഡിമോണിറ്റൈസേഷൻ ഷോക്ക്. ഡിമോണിറ്റൈസേഷൻ ഒരു വലിയ ഷോക്കൊക്കെ ആയിരുന്നു എങ്കിൽ പോലും, എന്നിരുന്നാലും ആൾക്കാരുടെ സ്പെൻഡിങ് പവർ കൂടിയിട്ടുണ്ട്. ഓൾദോ ഇനീക്വാളിറ്റി വൈഡൻ ഓൺ സം ഫ്രണ്ട്സ്. ചിലയിടത്തൊക്കെ ഇനീക്വാളിറ്റി ഉണ്ടെങ്കിൽ പോലും, നിലവിൽ ഇനീക്വാളിറ്റി ഉണ്ടെങ്കിൽ പോലും കൂടിയിട്ടുണ്ട്, അത് കൂടിയിട്ടുണ്ട്, ഒരുപാട് ഗ്രൗണ്ട്സിൽ കൂടിയിട്ടുണ്ട്. എന്നാൽ പോലും ആൾക്കാരിൽ ഒരു ഏകദേശം കണക്കെടുക്കുമ്പോൾ ഒരു ഭൂരിപക്ഷം ആൾക്കാർക്കും സ്പെൻഡിങ് പവർ കൂടിയിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. സോ ദാറ്റ് പക്ഷെ അതാണ് ഇനീക്വാളിറ്റി പറഞ്ഞത്. ഇനീക്വാളിറ്റി ഉണ്ട് ഒരുപാട് ഇടത്തുണ്ട്. ഡേറ്റ വാസ് നോട്ട് അറ്റ് ഓൾ ബാഡ് ന്യൂസ് ആഫ്റ്റർ ഓൾ. അപ്പോൾ ഡേറ്റ എന്ന് പറയുന്നത് ബാഡ് ന്യൂസ് ഒന്നും അല്ലായിരുന്നു. Whether data is fit for release should be left to the independent. ആ ഡേറ്റയ്ക്ക് ക്വാളിറ്റി ഇഷ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പുറത്ത് കാണിക്കണോ വേണ്ടോ അല്ലേ? ആ കാര്യം പുറത്തോട്ട് കൊണ്ടുവരുന്നത് ഫിറ്റ് ആണോ, അത് സൂട്ടബിൾ ആണോ, അപ്രോപ്രിയേറ്റ് ആണോ എന്ന് അറിയണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ലെഫ്റ്റ് ടു ദി ഇൻഡിപെൻഡന്റ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് കമ്മീഷൻ. ഈ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് കമ്മീഷൻ ഇൻഡിപെൻഡന്റ് ആയിരിക്കണം. അത് വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അവർ ഇൻഡിപെൻഡന്റ് ആണെങ്കിൽ മാത്രമേ അവർക്ക് എന്താ പറയുക സ്വന്തമായിട്ട് ചിന്തിച്ച് ആ കമ്മീഷന് അവരുടേതായ ഒരു ഇത് കൊടുക്കാൻ പറ്റുള്ളൂ. ഇതിനെ എപ്പോഴും നമ്മളിങ്ങനെ അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സെൻറ്റർ എപ്പോഴും അഫക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന അവർക്ക് കറക്റ്റായിട്ടൊരു ഡേറ്റ് എത്തിക്കാൻ പറ്റുകയില്ല. ദാറ്റ് വാസ് റീകോൺസ്റ്റിറ്റ്യൂട്ടഡ് ലേറ്റ് ലാസ്റ്റ് ഇയർ ബട്ട് ഇസ് സ്റ്റിൽ മാർഡ് ബൈ വേക്കൻസീസ്. എന്നിട്ടും ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. അറിയാലോ, നമുക്കൊരു ഗവൺമെൻറ് ഇഷ്യൂസിൻ്റെ പ്രശ്നം ഇതാണ്. കുറേ പോരായ്മകളുണ്ട്, വേക്കൻസി ഇഷ്യൂസ് ഒക്കെ കാര്യങ്ങളായിട്ട് സ്പോയിൽ ചെയ്യപ്പെട്ട് കിടക്കുക. അവിടെ ആൾക്കാരില്ല, ഇവിടെ ആൾക്കാരില്ല എന്നുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നടക്കുകയാണ്. സിംപ്ലി ഡിസ്ട്രോയിങ് ദി ക്രെഡിബിലിറ്റി ഓഫ് വൺസ് ഓൺ സിസ്റ്റംസ് മേ അച്ചീവ് ഷോർട്ട് ടേം ഒബ്സഫിക്കേഷൻ ഗോൾസ്. അല്ലെ, നമ്മുടെ തന്നെ സിസ്റ്റത്തിനെ നമ്മൾ തന്നെ ക്രെഡിബിലിറ്റി ഇഷ്യൂവിന് കാര്യമാക്കരുത്. അതിനെ നമ്മൾ തന്നെ ക്രെഡിബിലിറ്റി കളഞ്ഞ് പേരുദോഷം ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തുവരും, ഷോർട്ട് ടേം ഒബ്സഫിക്കേഷന് കാരണമാകും. അത് മൊത്തത്തിൽ അങ്ങ് കോളം ആയിപ്പോകും. അത് വേണ്ട അല്ലേ. ബട്ട് ഇറ്റ് ഓൾസോ ലീവ്സ് വൺ ക്ലച്ചിങ് അറ്റ് സ്ട്രോസ് ടു പ്രൂവ് ഗവൺമെൻറ് ഔട്ട്കംസ്. അതേസമയത്ത് ഇത് നമുക്ക് വേറൊരു കാര്യത്തിലൂടെ പറയുമ്പോൾ അറ്റ കൈക്ക് അല്ലെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം. നമുക്കറിയാം അത് വിജയിക്കൂല എന്ന് അറിയെങ്കിൽ പോലും ചുമ്മാ ഒന്ന് എടുത്ത് നോക്കിയേക്കും. ഒരു ക്ലച്ചിങ് അറ്റ് സ്ട്രോസ് എന്ന ലെവലിലോട്ട് ഇത് കൊണ്ടുപോയിട്ട് ആ ഒരു അവസ്ഥയിലോട്ട് കിടന്ന് കഷ്ടപ്പെടുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും. ഗവൺമെൻറ് ഔട്ട്കംസിന് ഒരു അവസാനത്തെ ഒരു ഇതായിട്ട് ഒരു കച്ചിതുറുവായിട്ട് തന്നെ കാണുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. The SEOs can proactively try to bridge the trust deficit between India's once revered statistical system and data users, which has led to the current vacuum of official data. ഒരു ഒഫീഷ്യൽ ഡേറ്റയ്ക്ക് ഒരു വാക്യൂം, ഒരു ഹോൾ അവിടെ ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അതിനെ ഒരു കണക്കിന് ട്രസ്റ്റ് ഡെഫിസിറ്റിനെ ബ്രിഡ്ജ് ചെയ്യാൻ ഇത് ചിലപ്പോൾ കാണുമായിരിക്കും, ട്രൈ ചെയ്യുമായിരിക്കും. ഇത് SEOs ഹെൽപ്പ് ചെയ്യുമായിരിക്കും. അത് ഒരു കാര്യത്തിൽ കറക്റ്റ് തന്നെയാണ്. The end result of such vacuum is that government policy neither acknowledges nor addresses some ground realities that warrant intervention. ശരിക്കും പറഞ്ഞാൽ ചില കാര്യത്തിൽ നമ്മൾ ഇന്റർവീൻ ചെയ്തേ പറ്റൂ. ഇന്റർവെൻഷൻ ഇല്ലെങ്കിൽ പറ്റില്ല. കാരണം അത്രമാത്രം പ്രശ്നങ്ങളായിട്ട് കിടക്കുന്ന സ്ഥലത്ത് നമ്മൾ ഇന്റർവീൻ ചെയ്തേ പറ്റുള്ളൂ അല്ലേ. അങ്ങനെയുള്ള ഇന്റർവെൻഷൻ ആവശ്യമുണ്ട്. കാരണം വെച്ചാൽ ഈ ഗവൺമെന്റ് പോളിസി ശരിക്കും പറഞ്ഞാൽ നൈദർ അക്നോളജസ് എനിത്തിങ്, അല്ലെങ്കിൽ അഡ്രസ്സ് ചെയ്തിട്ടുമില്ല, ഇങ്ങനെയുള്ള ഗ്രൗണ്ട് റിയാലിറ്റീസിനെ അഡ്രസ്സ് ചെയ്യുന്നുമില്ല എന്ന ഒരു ക്രിറ്റിസിസം ഓൾറെഡി ഉണ്ട് നമ്മുടെ സെൻറ്ററുമായിട്ട്. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ ഇത് വരുമ്പോൾ കൂടുതൽ അവർ നമ്മളെ കരിവാരി തേക്കുവാണ് ചെയ്യുള്ളൂ. ഈ ഒരു കാര്യം നമ്മൾ കൊണ്ടുവന്ന SEOs കൊണ്ടുവന്ന ഈ ഗവൺമെൻസിനെ തന്നെ ബാധിക്കുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആർട്ടിക്കിളാണ്. ഇറ്റ്സ് പ്യൂർലി അനലിറ്റിക്കൽ, എല്ലാ സൈഡും ക്ലിയർ ആയിട്ട് എന്താ പറയുക കൺസേൺഡ് ആയിട്ടുള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഐ ഹോപ്പ് ദിസ് ഇസ് ക്ലിയർ ടു യു. വളരെ ക്ലിയർ ആയിട്ട് എത്തിച്ചു എന്ന് വിചാരിക്കുന്നു. Yesterday I had a formidable dream. That's great. പേടിച്ചുപോയോ? Redundant issues are discussed in media to make the people unaware about the right issues. Yeah, the redundant acrimony section is മാറിയോ ഹെൽത്ത് അല്ല,
acrimonious action mars your health. Is വേണ്ടടാ mars. കേട്ടോ luminous redundant acrimonious action singular അല്ലേ, അപ്പോൾ അതിന് verb singular കൊടുക്കുക, mars your health കൊടുക്കുക കേട്ടോ. Result publishing day is formidable day for every student. Yes it is. പേടിപ്പെടുത്തുന്ന ദിവസമാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നേരെ പോകാലോ. മനസ്സിലാക്കി thumbs up ഇട്ടോളൂ. നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. Thousands of athletes from 72 Commonwealth nations and territories will hope that the CGF succeeds in the onerous task of find an alternative host. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യനിൽ ആൻസർ എനിക്ക് 1-2 പേര് തന്നിട്ടുണ്ട്. ഇനി ആൻസർ തരാത്തവരുണ്ട്. അപ്പോൾ ആൻസർ തരാത്തവർ ആൻസർ വേഗം അങ്ങ് തന്നു. സെറ്റായിട്ട് പോട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് ഉഷാറാവട്ടെ. ഓക്കെ, ക്ലിയർ ആയിട്ട് പോരട്ടെ. Let me get your answers. ആൻസർ തരുമോ? പറഞ്ഞേ മിണ്ടുന്നില്ല, ഞാൻ തന്നെ ആൻസർ പറയണോ? നോക്കണം, വളരെ സിമ്പിൾ ക്വസ്റ്റൻ ഇത്. തൗസൻഡ്സ് ഓഫ് അത്ലീറ്റ്സ് ഫ്രം 72 കോമൺവെൽത്ത് നേഷൻസ് ആൻഡ് ടെറിട്ടറീസ് വിൽ ഹോപ്പ്, അവർ ഹോപ്പ് ചെയ്യും, പ്രതീക്ഷിക്കും, ദാറ്റ് CGF കോമൺ അല്ലേ, CGF സക്സീഡ്സ് ഇൻ ദ ഓണറസ് ടാസ്ക്, ഭയങ്കര ഹസഡസ് ടാസ്ക് ഓഫ് ആണ്. ഓഫ് ഇസ് എ പ്രിപ്പോസിഷൻ. നമുക്ക് പ്രിപ്പോസിഷന് ശേഷം എന്താ വരണ്ടേ, എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. നമ്മുടെ ഏത് എക്സാമിന് ശ്രദ്ധിക്കാം, ഒരു പ്രിപ്പോസിഷൻ ഉണ്ടെങ്കിൽ ആ പ്രിപ്പോസിഷൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ആ പ്രിപ്പോസിഷൻ എപ്പോഴും അവസാനിക്കുന്ന ഒരു ഒബ്ജക്റ്റിലായിരിക്കും. അതായത് നൗൺ ആയാലും കുഴപ്പമില്ല, പ്രൊനൗൺ ആയാലും കുഴപ്പമില്ല, നമുക്ക് ഒരു ജെറണ്ട് ആണെങ്കിലും കുഴപ്പമില്ല. ഓർത്തോണം, പ്രിപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റ് വരണം, നിർബന്ധമാണ്. അപ്പോൾ ഫൈൻഡ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ് അല്ല, അതിന് നമുക്ക് വെർബായിട്ടാണ് കൂട്ടുന്നത്. അപ്പോൾ ഫൈൻഡിങ് എന്നുള്ള ജെറണ്ട് കൊടുത്താൽ കണക്കാവും, സംഭവം സെറ്റാവും. സോ ഇവിടെ എന്ത് കൊടുക്കണം, ഫൈൻഡിങ് ഓഫ് ഫൈൻഡിങ് ആൻ ഓൾട്ടർനേറ്റീവ് എന്ന് കൊടുക്കണം. ഫൈൻഡ് എന്ന വെർബിന്റെ ജെറണ്ട് ആണ് ഫൈൻഡിങ് ഓഫ് ഫൈൻഡിങ് ആൻ ഓൾട്ടർനേറ്റീവ്. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ടേക്ക് എ സ്ക്രീൻഷോട്ട്, ആൻസർ ഒന്ന് നോക്കി വെക്കുക. വളരെ കോമൺ ആയിട്ടുള്ള എക്സ്പ്രഷൻ ആണ്. ഇന്ന് വേറൊരു ക്വസ്റ്റ്യൻ പിടിച്ചോ, അതും സിമ്പിളാണ്, അത് നിങ്ങൾക്ക് കിട്ടും, പെട്ടെന്ന് കിട്ടും, നോക്കിക്കോ. The BJP remains formidable in its strongholds, but it does not want to leave things to change അല്ല, stance. അതാണ് ക്വസ്റ്റ്യൻ. ടേക്ക് എ സ്ക്രീൻഷോട്ട്. വളരെ വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ, ആൻസർ വമ്പൻ സിമ്പിളാണ്. അപ്പോൾ ആൻസർ എനിക്ക് കോമന്റ് സെഷൻ തരാം കേട്ടോ. ഈ വീഡിയോ കഴിയുമ്പോൾ, ക്ലാസ് കഴിയുമ്പോൾ വീഡിയോയിൽ കോമന്റ് സെഷൻ തരണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവർ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാൻ മറക്കണ്ട. KPSC ഷോർട്ട് സെലക്ഷൻ, അതുപോലെ Adda247 കേരള സെൻട്രൽ എക്സാംസ് എന്ന 2 ടെലിഗ്രാം ചാനൽ നമുക്കുണ്ട് കേട്ടോ. അതുകൊണ്ട് 2 ടെലിഗ്രാം ചാനലും നമ്മൾ ഉപയോഗിക്കുക, യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, കണക്റ്റഡ് ആയിരിക്കുക. ഡെയിലി വേർഡ്സ്, ഫ്രേസസ്, അതുപോലെ നമ്മുടെ ലിങ്ക്സ് ഒക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് എത്തും. ഇന്ന് വൈകിട്ട് 5 മണിക്ക് ഞാൻ നമ്മുടെ ബാങ്ക് എക്സാമിൻ്റെ IBPS ക്ലർക്കിൻ്റെ നമ്മുടെ പ്രാക്ടീസ് സെറ്റുമായിട്ട് വരുന്നുണ്ട്. ലെറ്റ് സ്റ്റാർട്ട് പ്രാക്ടീസിങ് ഇംഗ്ലീഷ്. അതുപോലെ തന്നെ വൈകിട്ട് 7:15 ഞാൻ ഷെഫീഖ് സാറും കൂടെ CPOയുടെ അടുത്ത ലെവൽ ഓഫ് എക്സാമിനേഷന് വേണ്ടിയിട്ട് ഒരു പ്രിപ്പറേഷൻ സെഗ്മെൻറ്റുമായിട്ട് വരുന്നുണ്ട്, ഏറ്റവും പ്രതീക്ഷിക്കുന്ന ക്വസ്റ്റൻസുമായിട്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. കണ്ടുകൊണ്ടേയിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. മറ്റുള്ളവരിലോട്ട് കോമന്റ് സെഷനിൽ മറ്റുള്ളവർക്കൊക്കെ എത്തിക്കാം കേട്ടോ. അതുപോലെ കോമന്റ് സെക്ഷനിൽ ഡൗട്ട്സ്, സജഷൻസ്, അതുപോലെ ആൻസേഴ്സും പോസ്റ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാം. ടു ഫൈൻഡ് എന്ന് പറയാം. ടു ഫൈൻഡ് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഫൈൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതാണ് ഡിഫറൻസ്. 2 ഡിഫറൻസ് ഉണ്ട്, അതൊന്നും മറക്കണ്ട കേട്ടോ ലക്ഷ്മി. സോ ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു സോ മച്ച്. ഹാവ് എ വണ്ടർഫുൾ ഡേ. സേഫ് ആയിട്ടിരിക്കുക, മറക്കണ്ട. അപ്പോൾ 5 മണിക്കാണ്. ടിൽ ദെൻ ബൈ.